ഹായ് മക്കളെ, നമസ്കാരം. ഫാൽക്കണസ് PSCയുടെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഉബൈദ് ആദിനാണ്. ഞങ്ങളിത് വന്നിരിക്കുന്നത് ഡിഗ്രി പ്രിലിംസ് എഴുതുന്ന കുട്ടികളോട് കുറച്ച് കാര്യങ്ങൾ പറയാനും കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാനും വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ ഡിഗ്രി പ്രിലിമിനറിയുടെ കൺഫർമേഷൻ വന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. പലരും പല ടെൻഷൻ അടിച്ചിരിക്കുക. പെട്ടെന്ന് എക്സാം വന്നല്ലോ എന്നുള്ള രീതിയിൽ പലരും പല ടെൻഷനിലാണ്. നിങ്ങൾ ഒരു കാരണവശാലും ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങളുടെ വർക്കുണ്ട്, നിങ്ങൾ അത് അതേ ചെയ്ത് പോവുക, മുന്നോട്ട് പോവുക. അപ്പൊ നമുക്ക് എന്താണ് കൺഫർമേഷൻ വന്നേക്കുന്നുണ്ട് നോക്കാം. ഏതൊക്കെ എത്ര എണ്ണം വന്നേക്കെന്ന് നോക്കാം. ഏകദേശം ഒരു 10ഓളം തസ്തികയിലേക്കുള്ള കൺഫർമേഷൻ ആണ് ഡിഗ്രി ലെവലിന് വന്നേക്കുന്നത്. ഇപ്പൊ നടക്കുന്നത് പ്രിലിമിനറി എക്സാം മാത്രമാണ്. ജസ്റ്റ് പാസ്സായാൽ മതി, ക്വാളിഫൈ ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. അതിന് നിങ്ങൾ ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിൻ എക്സാം എഴുതാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് പോകും. ഡിഗ്രി ലെവല് പ്രിലിമിനറി ക്വാളിഫൈ ചെയ്യുന്നവർക്കെല്ലാം മെയിൻ എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ. മെയിൻ എക്സാം എഴുതുമ്പോൾ പിന്നെ ഓരോ പ്രത്യേകിച്ച് ടോപ്പിക്ക്, സ്പെഷ്യൽ ടോപ്പിക്ക് കാര്യങ്ങളൊക്കെ ഉള്ളയാ. അപ്പൊ നമ്മൾ അതിലേക്കൊന്നും പോകുന്നതിന് മുമ്പ് ഇത് ജസ്റ്റ് വേറെ ഒരു പ്രോസസ്സിങ് മാത്രമാണ് ആ എക്സാം എഴുതാനും വേണ്ടിയുള്ള. ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ക്ലിയർ ചെയ്തെടുക്കാനും പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കാം. ഇവിടെ നോട്ടിഫിക്കേഷൻ പിന്നെ കൺഫർമേഷൻ വന്നേക്കുന്നുണ്ട്. ഏകദേശം 10ഓളം SBCIDയുടേത് എക്സൈസ് ഇൻസ്പെക്ടർ, അസിസ്റ്റന്റ് ഡയറക്ടർ റിക്രൂട്ട്മെന്റ്, ജൂനിയർ അസിസ്റ്റന്റ്, അതേപോലെ ജൂനിയർ അസിസ്റ്റന്റ് തന്നെ ഒന്ന് KSEBയിലേക്ക് ഒന്ന് KSFEയിലേക്കാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ SIയുടേതും അത് അസിസ്റ്റന്റ് ഡയറക്ടർ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണ്. അതേപോലെ തന്നെ നമ്മുടെ വരയ്ക്കുന്ന സൂപ്പർവൈസർ വന്നേക്കുന്നുണ്ട്. ജൂനിയർ അസിസ്റ്റന്റ് വന്നിട്ട് അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സ് ഡയറക്ടർ റിക്രൂട്ട്മെന്റ്. ഓക്കെ, കേരള നാഷണൽ സേവിങ്സ് ആൻഡ് സർവീസ്. ഓക്കെ, ഇങ്ങനെ കുറച്ച് ഇതിലേക്കുള്ള ഒരു 10ഓളം നോട്ടിഫിക്കേഷൻസിന്റെ കൺഫർമേഷൻ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഓക്കെ, ഇത് നിങ്ങൾ കണ്ട് പേടിക്കേണ്ട ഒരു കാര്യമില്ല. നമുക്ക് ആപ്പിനകത്തായാലും ശരി, നമ്മുടെ ചാനലിനകത്തായാലും ശരി, എല്ലാം നമ്മൾ നിങ്ങളെ പഠിപ്പിച്ചെടുക്കാനുള്ള കുറേ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അത് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ടെൻഷൻ അടിക്കാതെ പരീക്ഷ എഴുതുക. ടെൻഷൻ അടിച്ചാൽ പോയി. പിന്നെ നമുക്ക് നീ എത്ര പഠിച്ചെന്ന് പറഞ്ഞാലും ശരി, പരീക്ഷ ആളെ നമ്മൾ പതറും. ഓക്കെ, അപ്പൊ വേണ്ടേ കൺഫർമേഷന്റെ കുറച്ച് കാര്യങ്ങളാണ്. ഇത്രയും ക്വസ്റ്റ്യൻസ്, ഇത്രയാണ് നമുക്ക് കൺഫർമേഷനകത്ത് വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാം. ഇപ്പൊ നമ്മുടെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുക. ഫലം എന്തോ ആയിക്കോട്ടെ, ഫലത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേ വേണ്ട. നമ്മുടെ പ്രവൃത്തി മുന്നോട്ട് ചെയ്യാൽ നമുക്ക് അതിന്റെ ഫലം അവസാനം വരുന്നത് ഭയങ്കര ഫലമായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം ഇന്നലെ നടന്ന ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് കളിയിൽ അവിടെ ഏറ്റവും ടോപ്പ് സ്കോററായിട്ട് വന്ന വ്യക്തി ആരാന്നറിയോ? നമ്മുടെ എല്ലാ സ്വന്തം സഞ്ജു സാംസൺ ആണ്. മനസ്സിലായോ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള വ്യക്തികളാണ് സഞ്ജു സാംസൺ. മനസ്സിലായോ? പുള്ളിക്കാരൻ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഇത്രയും അപമാനിക്കപ്പെട്ട ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം 10 വർഷമായിട്ട് ഇന്റർനാഷണൽ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. 10 വർഷമായിട്ട് അദ്ദേഹം ഏകദേശം 66 കളികൾ ഇതുവരെ കളിച്ചിട്ടുള്ളതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 66 മേളിൽ 10 വർഷമായിട്ട് കളിക്കുന്ന ഒരു കളിക്കാരൻ. മനസ്സിലായോ? അദ്ദേഹത്തെ എന്നും കളിക്കുമ്പോൾ ബെഞ്ചിൽ മാറ്റി ഇരുത്തും, എല്ലാ ടീമിനും ഉൾപ്പെടുത്തും, പക്ഷെ കളിപ്പിക്കത്തില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇന്ന മനുഷ്യനാണ് സഞ്ജു സാംസൺ. അദ്ദേഹം പക്ഷെ എന്തോ ചെയ്യുന്നത്, എല്ലാ ദിവസവും മറ്റുള്ളവർ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പുള്ളിയും പോയി പ്രാക്ടീസ് ചെയ്യും. എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യും. അപ്പം ഈ കളിപ്പിച്ചാലും കളിപ്പിച്ചില്ലേലും എന്നും പോയി പ്രാക്ടീസ് ചെയ്യും. മനസ്സിലായല്ലോ? അദ്ദേഹത്തിന്റെ ജോലി എന്ന് വെച്ചാൽ മിക്ക കളിയിലും വാട്ടർമാന് വെള്ളം കൊണ്ട് കൊടുക്കുന്നൊക്കെ പണിയാണ്. പക്ഷെ പുള്ളി ക്ലാസ് കഴിഞ്ഞിട്ട് രാവിലെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഫുൾ ടൈം, എനിക്ക് തോന്നുന്ന എല്ലാ ദിവസവും കളിക്കുന്ന 11 പേര് അടങ്ങുന്ന ടീമാണല്ലോ. ഓക്കെ, അതേപോലെ പ്ലേയിങ് 11ൽ പെടുന്ന അവർ കളിക്കുന്നതിനെക്കാട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നതിനെക്കാട്ടിൽ കൂടുതൽ പ്രാക്ടീസ് ആണ് പുള്ളി ചെയ്യുന്നത്. അത്രയ്ക്ക് നല്ല ഹാർഡ് വർക്ക് ചെയ്യും. ഇതൊന്നും മൈൻഡ് ചെയ്യത്തില്ല, ഒരു വിഷയമില്ല, ഒരു ടെൻഷനും ഇല്ലാതെ പുള്ളി കളിക്കുകയും ചെയ്യും. മനസ്സിലായോ? എന്നാൽ ഹൈ പ്രഷറാ. ഇന്നത്തെ കളി സഞ്ജു നീ കളിച്ചില്ലേ നിന്നെ ഒഴിവാക്കും എന്ന് പറഞ്ഞിട്ടായിരിക്കും എല്ലാ ദിവസവും കളിക്കുക വിടുന്നത്. മനസ്സിലായോ? അങ്ങനെ പറഞ്ഞിട്ട് വിടുന്നല്ല, അതാണ് അതിന്റെ ഒരു രീതി. സഞ്ജു കളിച്ചില്ലെങ്കിൽ അടുത്ത ദിവസം കളിപ്പിക്കത്തുമില്ല. അതാണ് അതിന്റെ രീതി. അവർ ഡയറക്റ്റ് പറയത്തില്ലെങ്കിലും സഞ്ജുവിന് അറിയാത്. പക്ഷെ ആ പുള്ളി ഒരിക്കലും ഭയമില്ലാതെ കളിക്കുക, എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യും. നിങ്ങളൊന്ന് നോക്കിയേ, കഴിഞ്ഞ ദിവസം നോക്കിയേ, ഇന്ത്യയിലെ ടോപ്പാട്ട് എന്ന് വെച്ചാൽ ചേസിങ്ങില് ഒരു രാജ്യം ചേസ് ചെയ്ത് കളിക്കുന്നതില്, ഇന്ത്യയിൽ ചേസ് ചെയ്ത് കളിച്ചതിൽ ഏറ്റവും കൂടുതൽ റൺ സ്കോർ ചെയ്ത വ്യക്തി എന്ന് പറയുന്നത് ഇന്നലെ സഞ്ജു സാംസൺ കളിക്കുന്ന വരെ വിരാട് കോഹ്ലി ആയിരുന്നു. 82 റൺസ് ആയിരുന്നു പുള്ളി ചേസിങ്.
അത് മറികടന്നുകൊണ്ട് 97 റൺസ് അടിച്ചുകൊണ്ടാണ് സഞ്ജു സാംസൺ വന്നിരിക്കുന്നത്. ഈ സഞ്ജു സാംസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി അന്ന് അടിക്കാൻ കാരണം എന്താ? ഈ കഴിഞ്ഞ കളികളിലെല്ലാം മാറ്റി നിർത്തുമ്പോൾ പുള്ളി പ്രാക്ടീസ് ചെയ്യുക. എനിക്ക് എന്റെ ചാൻസ് വരും, എന്റെ ചാൻസ് വരുമ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ പുള്ളി എന്നും വരാനിരിക്കുന്ന കളിക്ക് വേണ്ടി പുള്ളി പ്രാക്ടീസിങ് ആണ്. അല്ലാതെ എന്നെ മാർത്തോ ഇന്നും കളിക്കത്തില്ലല്ലോ എന്ന് പറഞ്ഞ് പുള്ളി മാറിയിരിക്കത്തില്ല. എന്ന് പറയുന്നത് പോലെ നിങ്ങൾ ഒന്നിനെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കരുത്. ടെൻഷൻ അടിക്കാതെ നിങ്ങളുടെ ജോലി എന്തുവാ? ഇത് പഠിച്ച് മുന്നോട്ട് പോവുക, പഠിച്ച് ഞാൻ ജോലി മേടിക്കുക. എന്റെ ലക്ഷ്യം ജോലി മേടിക്കുക. അതിന്റെ ഇടയിൽ ചിലപ്പോൾ എനിക്ക് വല്ല പ്രശ്നങ്ങളൊക്കെ വരും, ഞാൻ അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കത്തില്ല. ഇപ്പൊ പരീക്ഷ പെട്ടെന്ന് കയറി വന്നു, എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, പോയി പരീക്ഷ എഴുതുക. അതുവരെ ടെൻഷൻ അടിക്കാതെ പഠിക്കുക. ഇപ്പൊ സഞ്ജു സാംസൺ ടെൻഷൻ അടിച്ചുകൊണ്ട് കളിച്ചായിരുന്നെങ്കിൽ ഇന്നലെ ഫസ്റ്റ് ബോളിൽ തന്നെ പുള്ളി ഔട്ടായേനെ. പുള്ളി നിങ്ങൾ കളി അറിയാവുന്നവർ നോക്കി, ഓരോ ബോളും അദ്ദേഹം നല്ല ബോളുകൾ അത് ഡിഫെൻഡ് ചെയ്യും, മോശം ബോള് നല്ല അടിക്കുകയും ചെയ്തു. മനസ്സിലായി? എന്നുവെച്ചാൽ അടിച്ച് കളയാൻ പറ്റുന്ന ബോളുകളൊക്കെ കളഞ്ഞ് അങ്ങനെ പുള്ളിക്കോടെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ഷോർട്ട് ബോളുകൾ അത് അടിച്ച് ക്യാച്ച് കൊടുക്കുന്ന ഒരു പരിപാടി. അതൊക്കെ ഇന്നലെ പുള്ളി അങ്ങനെ എല്ലാം നോക്കി കളിച്ച ഒരു മനുഷ്യനാണ്. മനസ്സിലായി? എന്ന് പറയുന്ന പോലെ നിങ്ങൾ ഒരുപാട് തെറ്റുകൾ വരുത്തുന്നവരുണ്ടായിരിക്കും. മനസ്സിലായല്ലോ? കറപ്പിക്കുന്ന മാറുന്നു അങ്ങനെയൊക്കെ ചെയ്യുന്നവരായിരിക്കും. ടെൻഷൻ അടിച്ചത് ചെയ്യും. അത് ടെൻഷൻ കളഞ്ഞ് കറപ്പിക്കുന്നതൊക്കെ സൂക്ഷിച്ച് കറപ്പിച്ച് കാര്യങ്ങളെല്ലാം ചെയ്യാന്നുണ്ട് എങ്കിൽ, പഠിക്കുന്ന ഓരോന്നും വ്യക്തമായിട്ട് പഠിക്കാന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഈ വരുന്ന പ്രിലിമിനറി എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും. പ്രിലിമിനറി ക്ലിയർ ചെയ്താൽ മെയിൻ എക്സാമിന്റെ കാര്യമില്ലയോ, അത് നമുക്ക് സെറ്റ് ചെയ്യാം. നമ്മളിവിടെ ഇല്ലയോ, നിങ്ങളുടെ കൂടെ ഇല്ലയോ? അപ്പൊ നിങ്ങളുടെ അടുത്ത് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, അത് ഒരു കാരണവശാലും ടെൻഷൻ അടിക്കരുത്. നമുക്ക് നേരെ ആ പരീക്ഷ ഹാളിൽ പോയി ഒരു ടെൻഷനും ഇല്ലാതെ പരീക്ഷ എഴുതി സെറ്റായിട്ട് തിരിച്ചു വരണം. അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. ഓക്കെ, അതെന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ്, നമ്മളിപ്പോൾ ഡിഗ്രിയുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ പോവുകയാണ്. മാത്സിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ പോവാ. അതുകൂടാതെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാ, ഇതിനകത്ത് കുറച്ച് കോഴ്സ് ലോഞ്ച് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളോട്ട് കുറച്ച് ഡിസ്കസ് ചെയ്യാൻ പോവാം. അപ്പോൾ ഓക്കെ, നമുക്ക് നേരെ നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. 60 ദിവസം കൊണ്ട് ഒരു നിർമ്മാണ ജോലി പൂർത്തിയാക്കാൻ ഒരു കരാറുകാരൻ 210 പേരെ നിയമിച്ചു. 12 ദിവസത്തിന് ശേഷം അദ്ദേഹം 70 പേരെ കൂടി ചേർത്തു. ബാക്കി ജോലി എത്ര ദിവസത്തിനുള്ളിൽ പൂർത്തിയാകും? ക്വസ്റ്റ്യൻ കണ്ടല്ലോ. ഇത് സിമ്പിൾ, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ. ഒറ്റ ട്രിക്കിനകത്ത് അങ്ങ് ചെയ്തേക്കാം. നിങ്ങൾ ഒറ്റ കാര്യം നോക്കിയാൽ 60 ദിവസം കൊണ്ട് ഒരു നിർമ്മാണ ജോലി പൂർത്തിയാക്കാൻ ഒരു കരാറുകാരൻ 210 പേരെ നിയമിച്ചു. എത്രയാണ്? 60 ദിവസമാണ് അവർക്ക് ചെയ്യേണ്ടത്. 60 ദിവസം ചെയ്യണം. എത്ര പേരെ നിയമിച്ചിരിക്കുന്നത്? 210 പേരാണ്. 210 പേരെ നിയമിച്ചിട്ടുണ്ട്. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, 60 ദിവസം കൊണ്ട് പൂർത്തിയാക്കണം. 210 പേർക്ക് ജോലിയാണ്. 210 പേരാണ് ജോലി ചെയ്യുന്നത്. 60 ദിവസം കൊണ്ടാണ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. 12 ദിവസത്തിന് ശേഷം അദ്ദേഹം 70 പേരെ കൂടി കൂട്ടിച്ചേർത്തു. 12 ദിവസം വരെ അയാൾ ആരും കൂട്ടിച്ചേർത്തില്ല. 12 ദിവസത്തിന് ശേഷം ഒരു 70 പേരോട് കൂട്ടിച്ചേർത്താൽ ബാക്കിയുള്ള ജോലി അവർ എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കുമെന്നല്ലോ ചോദിച്ചിരിക്കുന്നത്. കാര്യമൊന്നുമില്ല, ഇങ്ങനെ അങ്ങ് ചെയ്യുക. ഒറ്റ കാര്യം ചിന്തിക്കുക, 60 ദിവസം അവിടെ ജോലി ചെയ്യാനുണ്ട്. ഈ ഒന്നാമത്തെ ദിവസം എത്ര പേരാ ജോലിക്ക് വന്നേ? ഈ 210 പേരാണ് ജോലിക്ക് വന്നത്. മനസ്സിലായോ? രണ്ടാമത്തെ ദിവസം 210 പേര്, 3, 4, 5 അങ്ങനെ 12 ദിവസം വരെയും 210 പേരാണ്. ഈ 12 ദിവസം വരെ 210 പേര് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പൊ എന്താണ്? ഈ 60 ദിവസത്തിൽ 12 ദിവസത്തെ ജോലി കഴിഞ്ഞു. ബാക്കി എത്ര ദിവസത്തെ ജോലി ഉണ്ടോ? ബാക്കി 48 ദിവസത്തെ ജോലി കിടപ്പുണ്ട്. 48 ദിവസത്തെ ജോലി. ഈ 48 ദിവസത്തെ ജോലി എത്ര പേർക്ക് ചെയ്യേണ്ട ജോലി അവിടെ കിടക്കുന്നത്? ഈ 48 ദിവസത്തെ ജോലി എത്ര പേരെ കൊണ്ടാ? 210 പേർക്ക് ചെയ്യേണ്ട ജോലിയാണ് അവിടെ കിടക്കുന്നത്. 210 പേര് 60 ദിവസം ചെയ്യേണ്ട ജോലിയാ. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോണോ? 210 പേര് 60 ദിവസം ചെയ്യേണ്ട ജോലിയാണ് അവിടെ ഉള്ളത്. അതിൽ 12 ദിവസം വരെയും ഈ 210 പേര് തന്നെ ജോലി ചെയ്തു. ഇനി ആരും പുതുതായിട്ട് വന്നില്ല എങ്കിൽ, അതിലേക്ക് ആരും വരുന്നില്ല എങ്കിൽ ഈ 210 പേർക്ക് 48 ദിവസം ചെയ്യേണ്ട ജോലി അവിടെ കിടപ്പുണ്ട്. മനസ്സിലായോ? ഈ 48 ദിവസം ജോലി ചെയ്യേണ്ട 210 പേർക്ക് 48 ദിവസം കിടക്കേണ്ട ജോലി ഇനി നമ്മൾ ആരെയോടെ കൊണ്ടുവരിക? അഡീഷണൽ ഒരു 70 പേരോടെ അങ്ങ് കൊടുക്കുള്ളൂ. 70 പേരോടെ കൊടുക്കുക. അപ്പൊ 48 പേർക്ക് 48 ദിവസം 210 പേർക്ക് 48 ദിവസം ചെയ്യേണ്ട ഈ ജോലി ഞാൻ ആരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പോവാ? ഈ 210 പേര് പ്ലസ് 70 പേരോടെ കുടുംബത്തിനാ 280 പേരെ കൊണ്ട് നമ്മൾ അങ്ങ് ചെയ്യിപ്പിക്കാൻ പോവാ. മനസ്സിലായല്ലോ? ഈ 48 പേർ പുതുതായിട്ട് ആരും ഒന്നും വന്നില്ലെങ്കിൽ 48 പേർ 210 ദിവസം ചെയ്യുന്ന ജോലി എത്ര? 280 പേർ എത്ര ദിവസം കൊണ്ട്, അല്ലെങ്കിൽ 48 ദിവസം കൊണ്ട്
210, 48 ദിവസം കൊണ്ട് 210 പേര് ചെയ്യുന്ന ജോലി 280 പേർ എത്ര ദിവസം കൊണ്ട് ചെയ്യും നമുക്ക് നോക്കാം. തൈ 0 വെട്ടിക്കളയാ, നമുക്ക് 7 വെച്ച് വെട്ടാ. 3 7 21, 4 7 28, 1 4 4, 1 4 4, 24 8, മനസ്സിലായ? 12 ഗുണം 3 36 ദിവസം കൊണ്ട് അവർ ചെയ്തിട്ടുണ്ട്. 210 പേരായിരുന്നു പോയിരുന്നെങ്കിൽ അത് 48 ദിവസം കൊണ്ട് ചെയ്യേണ്ട ഈ ജോലി അവർ 70 പേരോടെ കൊടുത്തപ്പോൾ അവർ 36 ദിവസം കൊണ്ട് ചെയ്തിട്ട് ഇനി പോരുന്നതേ. ഇത്രയും കാര്യമുള്ളൂ. ഇതിൽ ചെയ്യാൻ എന്താണ് പാട്? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്ത് മാറ്റാം. ക്ലിയർ ആവുന്നുണ്ട്? ഓക്കെ, നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പോയാലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു വിവാഹ പാർട്ടിയിലെ 40 സുഹൃത്തുക്കൾ ഒരിക്കൽ മാത്രം പരസ്പരം കൈകുലുക്കിയാൽ കൈകുലുക്കളുടെ എണ്ണം കണ്ടെത്തുക. മനസ്സിലായി? കൈകുലുക്കുക എന്ന് വെച്ചാൽ ഷേക്ക് ഹാൻഡ്. ഇതൊക്കെ ഡിഗ്രി ലെവലിൽ ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. അപ്പൊ ഡിഗ്രി ഞാൻ ഷേക്ക് ഹാൻഡ് എന്നൊക്കെ ഉള്ളത് നമ്മൾ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിനകത്ത് കിട്ടുമ്പോൾ കൈകുലുക്കുക അങ്ങനെയൊക്കെ ഇതിലേക്ക് വരുന്നതാണ്. ക്വസ്റ്റ്യൻ PSC ക്വസ്റ്റ്യൻസ് ആണ് ഇത്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ആണല്ലോ. ഓക്കെ, അപ്പൊ ഇത്ര ക്വസ്റ്റ്യൻ. 40 പേർ പങ്കെടുത്ത ഒരു മീറ്റിംഗിൽ 40 പേർ പങ്കെടുത്ത ഒരു മീറ്റിംഗിൽ ഓരോരുത്തരും പരസ്പരം ഹസ്തദാനം നടത്തിയാൽ അവിടെ ആകെ എത്ര ഹസ്തദാനങ്ങൾ നടക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാര്യമൊന്നുമില്ല, ഹസ്തദാനം. അപ്പൊ N എത്ര പേരാന്ന് വെച്ചാൽ 40 പേരാണ് ഇവിടെ ഉള്ളത്. 40 പേര്. അപ്പൊ ഈ നമ്പർ ഓഫ് പേഴ്സൺ N ആണ്, 40 ആണ്. ഓക്കെ, നമുക്ക് ഹസ്തദാനം എന്ന് വെച്ചാൽ N × N-1/2 എന്ന് പറഞ്ഞ ഇക്വേഷൻ കൊടുത്താൽ N × N-1/2. N എന്ന് വെച്ചാൽ 40 ലൂടോ 40 × 40 × 40 - 1, 40 - 1 എത്ര? 39/2 എന്ന് എഴുതാം. മനസ്സിലല്ലേ? N × N-1/2. N × N-1/2. N എന്ന് വെച്ചാൽ 40 പേരാണ്. 40 × 40 - 1, 40 - 1 39/2. ഇവിടെ വെട്ട 42 ചുരുക്കുമ്പോൾ 20 കിട്ടും. ഓക്കെ, 29 18. ഓക്കെ, 23 6 1 7, എത്ര? 780. എത്രയാണ്? 780. ക്ലിയർ ആവുന്നുണ്ടല്ലോ? 40 പേര്. അപ്പൊ ശ്രദ്ധിച്ചോണം, 40 ഒരു ചടങ്ങിൽ എത്ര? 40 പേര് പങ്കെടുത്ത ഒരു ചടങ്ങാണ്. അവർ പരസ്പര ഹസ്തദാനം നടത്തിയ ആകെ എത്ര ഹസ്തദാനം നടക്കുമെന്ന് വെച്ചാൽ N × N-1/2 ഹസ്തദാനങ്ങളാണ് നടക്കുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, N × N-1/2. N എന്ന് വെച്ച് കഴിഞ്ഞാൽ 40 × 39/2 20. ഓക്കെ, 39 × 2 എന്ന് വെച്ചാൽ 78 കിട്ടും. 78 0 കൊണ്ട് 780 ഹസ്തദാനങ്ങളാണ് നടക്കുന്നത്. 780 ഹസ്തദാനം. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇത്രയേ ഉള്ളൂ കാര്യമുള്ളൂ. ഇത്രയും കാര്യമുള്ളൂ. ഇതൊക്കെ ചെയ്യാൻ എന്തോ പാട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത് നോക്കിയേ. രണ്ട് സംഖ്യകൾ 3:5 എന്ന അനുപാതത്തിലാണ്. ഓരോ സംഖ്യയും 10 വീതം കൂട്ടിയാൽ അവയുടെ അനുപാതം 5:7 ആയി മാറും എങ്കിൽ സംഖ്യ എത്ര? മനസ്സിലായല്ലോ? സംഖ്യകൾ എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. മനസ്സിലായല്ലോ? രണ്ട് സംഖ്യകൾ 3:5. അപ്പൊ ഒന്നാമത്തെ സംഖ്യ ഞാൻ 3x എന്ന് എടുക്കുക. ഒന്നാമത്തെ സംഖ്യ 3x. രണ്ടാമത്തെ സംഖ്യ എത്ര എടുത്തോ? 5x എന്നും എടുത്തു. 5x. അപ്പൊ റേഷ്യോയിലാണ് കിടക്കുന്നത്. രണ്ട് സംഖ്യകൾ തമ്മിൽ അംശബന്ധം 3:5 എന്ന് പറയുമ്പോൾ ഇതിന്റെ അംശബന്ധം കിടക്കുന്ന അംശബന്ധം മാറ്റണം. അംശബന്ധം മാറ്റണമെങ്കിൽ ഹരിച്ച സംഖ്യ വെച്ച് തിരിച്ചു ഗുണിക്കണം. ഹരിച്ച സംഖ്യ ഏതാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ അതുകൊണ്ട് x കൊടുത്ത് ഒന്നാം സംഖ്യ 3x എന്നും രണ്ടാം സംഖ്യ 5x എന്നും എടുത്തു. അപ്പൊ രണ്ട് സംഖ്യകൾ തമ്മിൽ അംശബന്ധം 3:5 ആണ്. ഓക്കെ, അതിന് അപ്പൊ ഒന്നാം സംഖ്യ 3x ഉം രണ്ടാം സംഖ്യ 5x ആണ്. എന്നിട്ട് എന്താ പറയുക? ഓരോ സംഖ്യയുടെ കൂടെ എത്ര വീതം കൂട്ടി? 10 വീതം കൂട്ടി. ഓരോ സംഖ്യയുടെ കൂടെ 10 വീതം കൂട്ടി. ഒന്നാമത്തെ സംഖ്യയുടെയും രണ്ടാമത്തെ സംഖ്യയുടെയും കൂടെ 10 വീതം കൂട്ടുമ്പോൾ കിട്ടുന്ന പുതിയ അംശബന്ധം. 10 വീതം കൂട്ടുമ്പോൾ മനസ്സിലായല്ലോ? ഓരോ സംഖ്യയും 10 കൂട്ടിയാൽ അവയുടെ അംശബന്ധം. അപ്പൊ എന്താ? 3x എന്ന് പറയുന്ന സംഖ്യയോടും 5x എന്ന് പറയുന്ന സംഖ്യയോടും 10 വീതം കൂട്ടിയപ്പോൾ അംശബന്ധം എന്തായി മാറി? 5:7 ആയി മാറി. എത്രയായി? 5:7 ആയി മാറി. ഇനി ചെയ്യാനൊന്നുമില്ല. ഈ ആദ്യം കിടക്കുന്ന അവസാനം കിടക്കുന്ന ഗുണിച്ച സമത്തിന് ഇപ്പുറത്തും രണ്ടാമത്തെ മൂന്നാമത്തെ ഗുണിച്ച സമത്തിന് അപ്പുറത്തും എഴുതാം. ആദ്യം കിടക്കുന്നത് എത്ര? 3x + 10. 3x + 10 7 ഗുണിക്കുക. ഇത് ഗുണിച്ച സമത്തിന് ഇപ്പുറത്തും. അതേപോലെ തന്നെ എന്താണ്? 5ഉം എത്ര? 5x + 10. ഇത് ഗുണിച്ച സമത്തിന് അപ്പുറത്ത് എഴുതാം. ആദ്യത്തെ അവസാനത്തെ ഗുണിച്ച സമത്തിന് ഇപ്പുറത്തും രണ്ടാമത്തെ മൂന്നാമത്തെ ഗുണിച്ച സമത്തിന് അപ്പുറത്ത് എഴുതാം. അതുകൊണ്ട് ഈ ബ്രാക്കറ്റ് പൊളിക്കണേ. ബ്രാക്കറ്റ് വെളിയിൽ കിടക്കുന്ന ഏഴാമത്തെ 3 7 21 21x + 5 70 = ഓക്കെ 5 25 x പ്ലസ് 5 50 എന്ന് എഴുതാം. ഈ ബ്രാക്കറ്റ് പൊളിക്കണേ. ബ്രാക്കറ്റ് വെളിയിൽ കിടക്കുന്ന 5 അകത്തേറ്റ് ഓരോ സംഖ്യ 5 25 5 50. ഇനി x എല്ലാവരും സൈഡിലാക്കാം. x ഇല്ലാത്ത എല്ലാവരും സൈഡിലാക്കാം. 70 + 50 ഇപ്പുറത്ത് വരുമ്പോൾ -50. 2x ഈ 21x + 21x അപ്പുറത്തുമ്പോൾ -21x എന്നാവും. ഓക്കെ, 70 ന് 50 കുറയ്ക്കുക. 70 ന് 50 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 20 എന്ന് കിട്ടും. ഈസിക്കൽ ടു 5x 25x 21x കുറച്ചാൽ 4x എന്ന് കിട്ടും. ഇപ്പൊ 4x-ന്റെ വാല്യൂ 20 ആണെങ്കിൽ x-ന്റെ വാല്യൂ കണ്ടുപിടിക്കുക. x-ന്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ 4 ഇവിടെ ഗുണിച്ചേക്ക് പുറത്ത് വരുമ്പോൾ ഹരിക്കണം. അപ്പൊ x = 20/4 സമയത്ത് 5 എന്ന് കിട്ടും. x-ന്റെ വാല്യൂ 5. സംഖ്യകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്? സംഖ്യകൾ എന്ന് പറയുന്നത് 3x-ഉം 5x-ഉം അല്ലേ? 3x ഒന്നാം സംഖ്യ 3x ആണ്. 3x അപ്പൊ എന്താ? 3 × 4 3 × 5 സംഖ്യ 3 × 5. ഒന്നാമത്തെ സംഖ്യ 15. രണ്ടാം സംഖ്യ 4x അല്ലൂടോ? 5x. രണ്ടാം സംഖ്യ 5x ആണ്. 5x
5x ആണ്. അപ്പൊ 5 ഇൻറ്റു 5 5 25. ഓക്കെ ആണല്ലോ. സംഖ്യകൾ എത്രയൊക്കെയാണ്? 15ഉം 25ഉമാണ് ആൻസർ. 15ഉം 25ഉം ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പൊ എന്താണ്? രണ്ട് സംഖ്യകൾ 3:5 എന്ന അംശബന്ധത്തിലാണ്. ഓരോ സംഖ്യയുടെ കൂടെ 10 വീതം കൂട്ടി. ഓരോ സംഖ്യയുടെ കൂട്ടുമ്പോൾ 3x കൂടെ സംഖ്യ റേഷ്യോ ആണ് 3x. 3ഉം 5 റേഷ്യോ ആണ്. അപ്പൊ എന്താണ്? അതിനെ റേഷ്യോ മാറ്റാൻ ഹരിച്ച സംഖ്യ വെച്ച് തിരിച്ചു ഗുണിക്കണം. ഹരിച്ച സംഖ്യ ഏതാണെന്ന് നമുക്ക് അറിയത്തില്ല. അതിന് നമ്മൾ x എന്ന് കൊടുത്തു. ഒന്നാമത്തെ സംഖ്യ 3 കൊണ്ട് x-നെ 3 കൊണ്ട് ഗുണിച്ചപ്പോൾ 3x, 5നെ x കൊണ്ട് ഗുണിച്ചപ്പോൾ 5x ഇട്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ 3x 5x കൊണ്ട് രണ്ട് സംഖ്യകൾ ഓരോ സംഖ്യയുടെ കൂടെ 10 വീതം കൂട്ടി. 10 വീതം കൂട്ടി നമ്മൾ 3x-ലൂടെയും 10 കൂട്ടി, 5x-ലൂടെയും 10 കൂട്ടി. അപ്പോൾ നമുക്ക് കിട്ടുന്ന അംശം എന്താണ്? 5:7. ഓക്കെ, ഇനി ഇത് ആദ്യത്തതും ഈ റേഷ്യോന്റെ ഇപ്പുറത്ത് കിടക്കുന്ന ആദ്യത്തതും അവസാനത്തെയും കൂടെ ഗുണിച്ച് സമത്തിന് ഇപ്പുറത്ത്, രണ്ടാമത്തെ മൂന്നാമത്തെ ഗുണിച്ച് സമത്തിന് അപ്പുറത്ത്. ഓക്കെ ആണല്ലോ. അപ്പൊ എന്താ? 21x പ്ലസ് 70 25x പ്ലസ് 50. എക്സ് എല്ലാ സൈഡിലാക്കാം, എക്സ് ഇല്ലാത്ത സൈഡിലാക്കാം. ഈ മൈനസ് പ്ലസ് 21 മൈനസ് 21 പ്ലസ് 50 മൈനസ് 50 20 4x. എക്സിന്റെ വാല്യൂ 5. ഒന്നാം സംഖ്യ 3x ആണ്. അപ്പൊ 3 ഇൻറ്റു 5 15. 5 ഇൻറ്റു 5 25. മനസ്സിലായ സംഖ്യകൾ 15ഉം 25ഉമാണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു പരീക്ഷയിൽ 40% വിദ്യാർത്ഥികൾ ഇംഗ്ലീഷിനും 53% പേർ കണക്കിനും പരാജയപ്പെട്ടു. രണ്ട് വിഷയങ്ങളിലും 15 പേർ തോറ്റാൽ 2 വിഷയങ്ങളിലും വിജയിച്ചവരുടെ ശതമാനം എത്ര? കാണുക. മനസ്സിലായല്ലോ. കാര്യമൊന്നുമില്ല. സിമ്പിൾ അവസ്ഥ. ഒരു പരീക്ഷയിൽ 40% വിദ്യാർത്ഥികൾ ഇംഗ്ലീഷിനും 53% പേർ ഗണിതത്തിനും പരാജയപ്പെട്ടു. രണ്ടുപേരും തോറ്റ കേസാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ എന്താണ് ഇവിടെ? ഇംഗ്ലീഷിന് തോറ്റത് 40%. ഓക്കെ, കണക്കിന് തോറ്റത്, മാത്സിന് തോറ്റത് 53%. ഓക്കെ ആണല്ലോ. രണ്ടിനും തോറ്റ രണ്ട് വിഷയങ്ങൾക്കും 15%. മാത്സ് ആൻഡ് ഇംഗ്ലീഷ് രണ്ടിനും തോറ്റവര് 15%. ഇപ്പൊ ചെയ്യാനൊന്നുമില്ല. തോറ്റു രണ്ടിനും തോറ്റു. ഇതാണ് കണ്ടീഷൻ. മനസ്സിലായല്ലോ. ഇപ്പൊ ഉദാഹരണം. അപ്പൊ ക്ലാസ് നോട്ട് പറഞ്ഞു, അതാണ്ട് ഇങ്ങനെ വിളിക്കോ. ഈ ക്ലാസ് ടീച്ചർ വന്നിട്ട് പറഞ്ഞു, ഇന്ന് പരീക്ഷയ്ക്ക് തോറ്റവരുടെ പേര് വിളിക്കുക. ഇംഗ്ലീഷിന് തോറ്റത് ഉബൈദ്. അപ്പൊ ഞാൻ കൈവക്കി, ഇംഗ്ലീഷിന് തോറ്റു. ഓക്കെ, അടുത്ത മാത്സ് ടീച്ചർ വന്നിട്ട് പറഞ്ഞു മാത്സിന് തോറ്റവരുടെ പേര് വിളിക്കുക. അപ്പൊ ഉബൈദ്. അപ്പൊ വീണ്ടും ഞാൻ കൈവക്കി. മനസ്സിലാവുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പൊ ക്ലാസ് ടീച്ചർ വന്നിട്ട് ലാസ്റ്റ് പറഞ്ഞു രണ്ടിനും തോറ്റവരുടെ പേര് വിളിക്കുക, ഉബൈദ്. അപ്പൊ ഞാൻ വീണ്ടും കൈവക്കി. ഈ 15 പേര് എന്ന് പറയുന്നത് ഓൾറെഡി ഞാൻ പല 2 ലിസ്റ്റിനകത്തുണ്ട്. ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ വേറെ സബ്ജക്റ്റാ, മാത്സ് എന്ന് പറഞ്ഞ വേറെ സബ്ജക്റ്റാ. മനസ്സിലായല്ലോ. അതിനകത്ത് രണ്ടിനകത്തും ഉണ്ട് ഞാൻ. ഇനി ക്ലാസ് ടീച്ചർ വന്നിട്ട് ഈ 15 എങ്ങനെ എടുത്തത്, ഈ 15% എങ്ങനെ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനകത്തുനിന്നാ? ഈ 40-ൽ നിന്നും 53-ൽ നിന്നും ഈ 40%-നകത്തുനിന്ന് 53%-നകത്ത് ഉള്ള ആൾക്കാരെ തന്നെ അല്ലേ ഈ 15-നകത്തുള്ളത്. കാര്യം ഇതിനകത്ത് നോക്കിയാൽ രണ്ടിനും തോറ്റോറെ ലിസ്റ്റ് എടുത്തിരിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ചെയ്യേണ്ടത്, ഈ കണക്കെന്ന് പറയുന്ന ഒരു സബ്ജക്റ്റാ. അത് ഇംഗ്ലീഷുമായിട്ട് യാതൊരു ബന്ധമില്ല. ഒരു ബന്ധമില്ലെങ്കിൽ കൂട്ടിയേക്കണം. അതങ്ങ് കൂട്ടി. ഓക്കെ, അടുത്തത് മാത്സ് വേറെ സബ്ജക്റ്റാ, ഇതുമായിട്ടൊരു ബന്ധമില്ല, അതും കൂട്ടിയേക്കണം. മനസ്സിലായല്ലോ. ഓക്കെ, ഇത് കണക്കിന് തോറ്റവർ, ഇത് ഇംഗ്ലീഷിന് തോറ്റവർ. ഇത് രണ്ടിലും അല്ലെങ്കിൽ ഇത് ഇംഗ്ലീഷിന് തോറ്റവർ, കണക്കിന് തോറ്റവർ. മനസ്സിലായല്ലോ. ഇത് രണ്ടിലും തോറ്റവരെന്ന് പറയുന്ന ഈ 15% ഇതിനകത്തുള്ളവരല്ലേ ഉള്ളൂ. രണ്ടിലും തോറ്റതിനകത്തുള്ള ഇതിനകത്തൊന്നും കുറച്ചേക്കണം. മനസ്സിലായല്ലോ. ഇത് രണ്ടിലും പെട്ടവരാണ്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞത് 40% പേർ കണക്കിന് ജയിച്ചു, 53% പേർ ഇംഗ്ലീഷിന് ജയിച്ചു, 15% പേർ രണ്ടിനും ജയിച്ചു. ആ രണ്ടിനും ജയിച്ചവർ എങ്ങനെ വരുന്നത്? ഇതിൽ പെട്ടവർ തന്നെ. മനസ്സിലായോ? അപ്പൊ അതേപോലെ തന്നെ 40%, 53% ഇതിനകത്ത് പെട്ടവർ തന്നെ 15. അപ്പൊ അവരെ അങ്ങ് കുറച്ച് മാറ്റിയേക്കണം. ഓക്കെ ആണല്ലോ. അപ്പൊ രണ്ട് ഇവിടെ 93-ൽ നിന്ന് 15 കുറച്ചേക്കണം. 93 മൊത്തം 40ഉം 53 കൂടുമ്പോൾ 93. 93-ൽ നിന്ന് 15 കുറയ്ക്കാം. മനസ്സിലായല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് എത്ര കിട്ടും? നമുക്ക് 78 കിട്ടുന്നത്. ഓക്കെ, 78%. ഓക്കെ, 78%. ഈ 78% എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റിനെങ്കിലും തോറ്റവരാണ്. 78% പേരെന്ന് പറഞ്ഞാൽ ഒരു സബ്ജക്റ്റിനും തോറ്റവരാണ്. മനസ്സിലായല്ലോ. അപ്പോ ഒരു സബ്ജക്റ്റിന് പോലും തോക്കാത്തവർ എന്ന് പറയുന്നത് രണ്ടിനും ജയിച്ചവരായിരിക്കും. മനസ്സിലായോ? രണ്ടിനും ജയിച്ചു. അപ്പൊ എന്താണ് മൊത്തത്തിൽ അവിടെ പരീക്ഷ എഴുതുന്ന എത്ര ശതമാനം പേരാ? 100% പേരല്ലോടോ. 100% പേര്. ഈ 100%-ൽ നിന്നും എത്ര? 78 കുറയ്ക്കണം. 100%, മൊത്തത്തിൽ 100% വേണ്ടത്. അതിൽ നിന്ന് 78 കുറയ്ക്കണം. ബാക്കി എത്ര ഇട്ടുള്ളൂ? 22% പേരായിരിക്കും രണ്ടിനും ജയിച്ചവർ. രണ്ടിനും ജയിച്ചത് എത്രയാണ്? 22% പേര്. ഒറ്റ കാര്യം ആലോചിക്കുക, മൊത്തത്തിൽ എത്രയാണ്? പിന്നെ കണക്കിന് ജയിച്ചൊരു 40%, തോറ്റൊരു 40%, ഇംഗ്ലീഷ് തോറ്റൊരു 53%.
രണ്ടിനും തോറ്റവർ 15%. അപ്പൊ എന്താണ് രണ്ടിനും തോറ്റവർ ഇതിനകത്തുള്ളവർ, അതുകൊണ്ട് ഇത് കൂട്ടിയിട്ട് രണ്ടിനും തോറ്റവരും കുറച്ച് പറ്റുക. അപ്പൊ 78 എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റിനെങ്കിലും തോറ്റവരാ. ഒരു സബ്ജക്റ്റിന് പോലും തോക്കാത്തവർ ബാക്കി മൊത്തത്തിൽ എത്ര പേരുണ്ടെന്ന് വെച്ചാൽ 100% പേരാണ് പരീക്ഷ എഴുതുന്നത്. അതിൽ 78 പേര് ഒരു സബ്ജക്റ്റിനെങ്കിലും തോറ്റവരാ. ബാക്കി 22% പേര് അപ്പൊ ഒരു സബ്ജക്റ്റിന് പോലും തോക്കാത്തവരായിരിക്കും. ക്ലിയർ ആവുന്നുണ്ടോ? ഇത്രയേ ഉള്ളൂ കാര്യം. നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോ അതിനു മുമ്പായിട്ട് നമ്മുടെ ബ്രഹ്മാസ്ത്ര, ഇപ്പൊ ഈ ടെൻഷൻ അടിച്ചിരിക്കുന്നവരെ കേൾക്കാനാ പറയാം. ബ്രഹ്മാസ്ത്രയുടെ ബ്രഹ്മാസ്ത്ര 3.0 പുതിയ കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്യണ ക്രാഷ് കോഴ്സ് ആണ്. ക്ലിയർ ആണല്ലോ? ക്രാഷ് കോഴ്സ് എന്ന് പറഞ്ഞാൽ അതൊരു 40 മണിക്കൂർ ക്ലാസ് ആണ്. ക്ലാസ് 40 ഡേയ്സ് ക്ലാസ് കോഴ്സ്. 40 മണിക്കൂർ അല്ല, സോറി, 40 ദിവസത്തെ ക്ലാസ് ആണ്. അതിനകത്ത് ഈ ഏതൊക്കെ പരീക്ഷയ്ക്ക് വേണ്ടി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ്, CBI, XI, SX ഇൻസ്പെക്ടർ, അസിസ്റ്റന്റ് ജയിലർ, ഇതിനെല്ലാം കൂടെ ചെയ്ത് ഇപ്പൊ നടക്കുന്ന പ്രിലിമിനറി എക്സാം പാസ്സാകാൻ വേണ്ട ഒരു കാച്ചി കുറുക്കി ഒരു ക്ലാസ് ആണ്, നമ്മുടെ ഒരു കോഴ്സാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. 40 ദിവസത്തെ ക്ലാസ് ആണ് നടക്കാൻ പോകുന്നത്. ഓക്കെ, അതിനകത്ത് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം എല്ലാ സബ്ജക്റ്റും ഉണ്ട്. റെക്കോർഡഡ് ക്ലാസ്സുകളാണ് നടക്കുന്നത്. ഓക്കെ ആണല്ലോ? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും വരാൻ സാധ്യതയുള്ളതും വന്നിട്ടുള്ളതുമായിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ സബ്ജക്റ്റിൽ നിന്നുള്ള ഒരു സ്പെഷ്യൽ ക്ലാസ് ആണ് നമ്മൾ അതിനകത്ത് നടത്തുന്നത്. 40 ദിവസത്തെ ക്ലാസ് ആണ് നടത്തുന്നത്. അതിന് 999 രൂപയാണ് നമ്മുടെ കോഴ്സ് ഫീസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനകത്ത് 100 മണിക്കൂറാണ് ക്ലാസ്. 100 മണിക്കൂർ ക്ലാസ് ആണ്. PYQ ക്വസ്റ്റ്യൻ സീരീസ് ഉണ്ട്. 40 ഡേയ്സ് ആണ് ചലഞ്ച് ആണ് നിൽക്കുന്നത്. മോക്ക് ടെസ്റ്റ് ഉണ്ട്, സബ്ജക്ട് വൈസ് ക്ലാസ് ഉണ്ട്, ക്രാഷ് കോഴ്സ്. മനസ്സിലായോ? അതിന്റെ 3 മാസത്തെ വാലിഡിറ്റി ആണ് ഉള്ളത്. സോറി, 4 മാസത്തെ വാലിഡിറ്റിയാണ് നമ്മുടെ ഈ കോഴ്സിനുള്ളത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പൊ നമ്മുടെ ബ്രഹ്മാസ്ത്ര 3.0 എന്ന് പറയുന്ന പുതിയ കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്യാണ്. അത് ഇന്ന് ലോഞ്ച് ആയിട്ടുണ്ട്. ഓക്കെ, ഇതുവരെ ജോയിൻ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ട് എങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മുടെ 999 രൂപയ്ക്ക് നിങ്ങൾ ഈ വരാൻ പോകുന്ന പ്രിലിമിനറി ക്ലിയർ ചെയ്യാൻ പറ്റുന്ന എല്ലാ സാധനവും അതിനകത്ത് ഉണ്ടായിരിക്കും. ഓക്കെ, നമുക്ക് നേരെ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. പൊതുവ്യത്യാസം 6 ആയ ഒരു സമാന്തര ശ്രേണിയുടെ 7ാം പദം 52 ആയാൽ 16ാം പദം എത്രയാണ്? മനസ്സിലായല്ലോ? പൊതുവ്യത്യാസം ശ്രദ്ധിച്ചോണം. പൊതുവ്യത്യാസം 6 ആയ ഒരു സമാന്തര ശ്രേണിയുടെ 7ാം പദം 52 ആയാൽ 16ാം പദം എത്ര? 16ാം പദം എത്ര? അപ്പൊ ഇങ്ങനെ ഒരു സമാന്തര ശ്രേണിയുടെ 16ാം പദമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സമാന്തര ശ്രേണിയുടെ 1ാമത്തെ പദത്തിലൂടെ പൊതുവ്യത്യാസം ഒരു വട്ടം കൂട്ടുമ്പോൾ 2ാമത്തെ പദം കിട്ടും. 2 വട്ടം കൂട്ടിയാൽ 3ാമത്തെ പദം കിട്ടും. മനസ്സിലായല്ലോ? അതേപോലെ തന്നെ 4 വട്ടം കൂട്ടിയാൽ 5ാമത്തെ പദം കിട്ടും. അങ്ങനെയാണ് അത് പോകുന്നത്. മനസ്സിലായല്ലോ? ഒരു സമാന്തര ശ്രേണിയുടെ 1ാമത്തെ പദത്തിലൂടെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 1 വട്ടം കൂട്ടിയാൽ 2ാം പദം, 2 വട്ടം കൂട്ടിയാൽ 3ാം പദം, 3 വട്ടം കൂട്ടിയാൽ 4ാം പദം, അങ്ങനെ പോകുന്നു. ഓക്കെ, ഇവിടെ എന്താ പറയേണ്ടത്? പൊതുവ്യത്യാസം 6, കോമൺ ഡിഫറൻസ് അവർ പറയുന്നുണ്ട് 6 ആയ ഒരു സമാന്തര ശ്രേണിയുടെ 7ാം പദം ഓൾറെഡി ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. 7ാം പദം എന്ന് പറയുന്നത് 52 ആയാൽ 16ാം പദം എത്ര? 16ാം പദം എത്ര? ഓക്കെ ആണല്ലോ? 16ാം പദം. ഓക്കെ, ഈ ഒറ്റ കാര്യമുള്ളൂ. 7ാം പദം നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടത് 16ാം പദം. ഇപ്പൊ 7ാം പദത്തിന്റെ കൂടെ 16ാം പദത്തിൽ എത്തണമെങ്കിൽ കണ്ടേ, 16ൽ നിന്ന് 7 കുറച്ച്, 16ൽ നിന്ന് 7 കുറച്ച്, അപ്പൊ എത്രയുണ്ടോ? 9. ഇനി 9 പ്രാവശ്യം പൊതുവ്യത്യാസത്തോടെ കൂട്ടിയാൽ മതി. മനസ്സിലായല്ലോ? 7ാം പദത്തിന്റെ കൂടെ പൊതുവ്യത്യാസം 9 വട്ടോടെ കൂട്ടുമ്പോഴാണ്, 9ഉം 7 കൂട്ടുമ്പോഴാണ് 16 കിട്ടുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഒറ്റ ട്രിക്ക്, ഒറ്റ ലോജിക്ക് നമ്മുടെ 7ാം പദം പ്ലസ് പൊതുവ്യത്യാസം എത്ര പ്രാവശ്യം കൂട്ടണം? 9 പ്രാവശ്യം കൂട്ടണം. പൊതുവ്യത്യാസം 9 പ്രാവശ്യം കൂട്ടുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത് 16ാം പദം കിട്ടുന്നത്. 16ാം പദം. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പൊ 7ാം പദത്തിനുള്ള പൊതുവ്യത്യാസം 9 തൊട്ട് 9 7 കൊടുക്കുമ്പോൾ 16. അപ്പോൾ 1ാമത്തെ പദത്തിനുള്ള പൊതുവ്യത്യാസം 1 വട്ടം കൂട്ടിയാൽ 2ാം പദം, 2 വട്ടം കൂട്ടിയാൽ 3ാം പദം, അങ്ങനെ 7ാം പദത്തിനുള്ള പൊതുവ്യത്യാസം 9 വട്ടം കൂട്ടിയാൽ 16ാം പദം കിട്ടും. 7 9 ആണ് 16. ഓക്കെ, ക്വസ്റ്റ്യൻ ഓൾറെഡി 7ാം പദം തന്നിട്ടുണ്ട്. എത്ര? 52 തന്നിട്ടുണ്ട്. 52 തന്നിട്ടുണ്ട്. പ്ലസ് 9 ഇൻറ്റു പൊതുവ്യത്യാസം ക്വസ്റ്റ്യനകത്ത് പറയുന്നുണ്ട് എത്ര? 6 ആണെന്ന് പറയുന്നത്. 9 ഇൻറ്റു 6. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് നോക്കാം. പൊതുവ്യത്യാസം 52. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. 52 പ്ലസ് 9 6 54. 9 6 54. ഓക്കെ ആണല്ലോ? 57. അപ്പൊ എത്ര ഇട്ടോ? 106 എന്ന് ഇട്ട്. എത്ര ഇട്ടും? 106. 106 എന്ന് പറയുന്നതാണ് എത്രാം പദം എന്ന് പറയുന്നത്? 106. ഓക്കെ, 106 എന്ന് പറയുന്നതാണ് എത്രാമത്തെ പദം? 16ാമത്തെ പദം എന്ന് പറയുന്നത്. അപ്പൊ 1ാമത്തെ പദത്തിന്റെ പൊതുവ്യത്യാസം എത്ര വട്ടം കൂട്ടണം? 15 വട്ടം കൂട്ടുമ്പോഴാണ് 16ാം പദം കിട്ടുക. പക്ഷെ നമുക്ക് ഇവിടെ 7ാം പദം ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്.
6 സമൻസരന് 7 പദം 52. അപ്പൊ 7 പദം പൊതു വ്യത്യാസം 6, 7 പദത്തിന്റെ പൊതു വ്യത്യാസം 8, 9, 10, 11, 12, 13, 14, 15, 16, 16 ആകുമ്പോൾ 9 പ്രാവശ്യം 9 പ്രാവശ്യം കൂട്ടിയാൽ പോരായോ? അതിന് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത് 9 പൊതു വ്യത്യാസം 9. അപ്പൊ 7 പദത്തിന്റെ പൊതു വ്യത്യാസം 9 വട്ടം കൂട്ടുക. അപ്പൊ എന്താ 7 പദം 52 ആണ്. പൊതു വ്യത്യാസം 6 ആണ്. ഓക്കെ, 9 6 കൊണ്ടുണ്ട് 6 6 9 6 54 54 52 കൂട്ടുമ്പോൾ നമുക്ക് 106 എന്ന് പറയുന്നതാണ് നമ്മളുടെ 16ാമത്തെ പദം. ക്ലിയർ ആവുന്നുണ്ട്? ഇതേപോലെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. ഇത് ആദ്യ പദം ഒന്നും കണ്ടുപിടിക്കാൻ നിൽക്കേണ്ട. ചിലർ ആദ്യ പദമൊക്കെ കണ്ടുപിടിച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. അതിന്റെ ആവശ്യമില്ല. നമുക്ക് ഈ രീതി ചെയ്യാം. ഓക്കെ, നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഓക്കെ, 12 വശങ്ങളുള്ള ഒരു സമബഹുഭുജത്തിന്റെ ഒരു അകക്കോണിന്റെ അളവെത്ര? മനസ്സിലായല്ലോ? 12 വശങ്ങളുള്ള ഒരു സമബഹുഭുജ. ശ്രദ്ധിക്കണേ, ബഹുഭുജം എന്ന് പറയുന്ന പോളിഗൺസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. 8ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ ആണ് പോളിഗൺസ് എന്ന് പറയുന്നത്. അതിനകത്തുനിന്ന് റീസെന്റ് നടന്ന പല പരീക്ഷയ്ക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോണം. 12 വശങ്ങളുള്ള ഒരു സമബഹുഭുജത്തിന്റെ ഒരു അകക്കോണിന്റെ അളവെത്ര? സമബഹുഭുജത്തിന്റെ പ്രത്യേകത എന്നറിയോ? എല്ലാ വശങ്ങളും എല്ലാ കോണുകളും തുല്യമായിട്ടുള്ള ബഹുഭുജത്തെ വിളിക്കുന്നവരാണ് സമബഹുഭുജം അല്ലെങ്കിൽ റെഗുലർ പോളിഗൺ എന്നാണ് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു സമബഹുഭുജത്തിന്റെ ഓരോ അകക്കോണ്, അകത്തുള്ള കോണുകളുടെ തുക എത്രയാണ്? സാധാരണ നമ്മൾ കണ്ടുപിടിക്കുന്ന അകക്കോണിന്റെ തുക കണ്ടുപിടിക്കൽ ഇക്വേഷൻ n-2 × 180 എന്ന് പറഞ്ഞ ഇക്വേഷൻ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അത് നിങ്ങൾ ചെയ്യണ്ട. പകരം ഒറ്റ ലോജിക്ക് ഇതിനകത്തങ്ങ് ചെയ്താൽ മതി. ഏത് ബഹുഭുജത്തിന്റെയും പുറത്തെ കോണുകളുടെ തുക, എക്സ്റ്റേണൽ ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രി ആയിരിക്കും. എത്ര വശങ്ങൾ ഉണ്ടായാലും ശരി, പുറത്തെ കോണുകളുടെ തുക എത്ര ആയിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും. സമബഹുഭുജം ആകുമ്പോൾ അകത്തെ കോണും പുറത്തെ കോണും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 180 കിട്ടണം. അകത്തെ കോണ് എല്ലാം തുല്യമായിരിക്കും, പുറത്തെ കോണെല്ലാം കൂട്ടുമ്പോൾ തുല്യമായിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ ഒരു സമബഹുഭുജത്തിന്റെ പുറത്തെ കോണുകളുടെ തുക എന്ന് പറയുന്നത് 360. പുറത്ത് സമബഹുഭുജത്തിന്റെ പുറത്തുള്ള കോണുകൾ എല്ലാം കൂട്ടുമ്പോൾ നമുക്ക് എത്ര 360 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പൊ 12 വശങ്ങളുള്ള ഒരു സമബഹുഭുജം ആകുമ്പോൾ അതിന് പുറത്ത് 12, പുറത്തെ കോണെല്ലാം കൊണ്ടുമ്പോൾ 300, അകത്തല്ല പുറത്തെ കോണെല്ലാം കൊണ്ടുമ്പോൾ 360. അകത്തെ കോണുകളുടെ തുക n-2 × 180 ആണ്. അപ്പൊ പുറത്തെ കോണുകളുടെ മൊത്തം 360 ആണെങ്കിൽ ഒരു കോൺ എത്രയാണെന്നറിയാൻ 360നെ 12 വെച്ച് ഹരിച്ചാൽ. കാര്യം ഇത് സമബഹുഭുജമാണ്, റെഗുലർ പോളിഗൺ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ഓക്കെ ആണ്. 36നെ 12 3 12 36 30 ഡിഗ്രി എന്ന് വെച്ചാൽ ഒരു ബഹുഭുജത്തിന്റെ ഉദാഹരണമാണ്. ഒരു ചുമ്മാ ഇങ്ങനെ ഒരു ബഹുഭുജം വരയ്ക്കും. ഇങ്ങനെ ബഹുഭുജം എന്ന് വിചാരിച്ചു എന്ന് വെച്ചാൽ ഈ അകത്ത് ഇതാണ് ഇന്റേണൽ ആംഗിൾ, ഇത് പുറത്താണ് ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇതാണ് എക്സ്റ്റേണൽ ആംഗിൾ. ഓക്കെ ആണല്ലോ? ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ ഒരു സെമി സർക്കിൾ കിട്ടണം. ഇങ്ങനെ വയ്ക്കുമ്പോൾ ഒരു സെമി സർക്കിൾ രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടണം 180 ഡിഗ്രി ആയിരിക്കണം കിട്ടുക. രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 180 ഡിഗ്രി കിട്ടണം. ഓക്കെ ആണല്ലോ? അതിൽ പുറത്തെ കോൺ ഓൾറെഡി അവർ പറയുന്നുണ്ട് എത്ര ഡിഗ്രിയാ? 30 ഡിഗ്രിയാ നമ്മൾ കണ്ടുപിടിച്ചു. കാര്യം എന്താ? പുറത്തെ എല്ലാ കോണോടെ കൂട്ടുമ്പോൾ 360 ആണെങ്കിൽ പുറത്തെ ഒരു കോൺ 30 ഡിഗ്രി ആയിരിക്കും. കാര്യം ഏത് ബഹുഭുജത്തിന് ഇത് ഉപയോഗിക്കാനുള്ളൂ? സമബഹുഭുജം എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കാനുള്ളൂ. സമബഹുഭുജത്തിന് മാത്രമേ പുറത്തെ കോണുകളെല്ലാം തുല്യമായിട്ട് വരത്തുള്ളൂ. അതേപോലെ അകത്തെ കോണുകളാണ് തുല്യമായിട്ട് വരത്തുള്ളൂ. സമബഹുഭുജം അല്ലെങ്കിൽ പുറത്തെ കോണുകൾ ഓരോന്നും മാറും, അകത്തെ കോണും മാറിക്കൊണ്ടിരിക്കും. മനസ്സിലായല്ലോ? റെഗുലർ പോളിഗൺ മാത്രമേ അകത്തെ കോണ് തുല്യമായിരിക്കും, പുറത്തെ ഓരോ കോണും തുല്യമായിരിക്കും. അപ്പൊ പുറത്തെ ഓരോ കോൺ എത്ര ഡിഗ്രി? 30 ഡിഗ്രി കിട്ടി. അപ്പൊ അകത്തെ ഒരു കോൺ എത്രയാണെന്നല്ലയോ, അകക്കോൺ എത്രയാണെന്നല്ലയോ ചോദിച്ചേക്കുന്നത്? കാര്യമൊന്നുമില്ല. രണ്ടുകൂടെ കൂട്ടുമ്പോൾ 180 ഡിഗ്രി കിട്ടണമെന്നല്ലയോ പറഞ്ഞേ? അതിൽ പുറത്ത് നമ്മൾ 30 കണ്ടുപിടിച്ചു. ബാലൻസ് ഉള്ള 150 ഡിഗ്രി ആയിരിക്കും എന്തെന്ന് പറയുന്നത്, അകത്തുള്ള കോൺ എന്ന് പറയുന്നത് 150 ഡിഗ്രി ആയിരിക്കും. ഇത്രയേ ഉള്ളൂ. ഇത്രയും ചെയ്യുന്നത് എന്താ പാട്? വളരെ സിമ്പിൾ ആണ്. അല്ലാതെ ചിലർ n-2 × 180 / n എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ചെയ്യും. അതിലേക്ക് ഒന്നും പോകേണ്ട കാര്യമില്ല. ഈ സിമ്പിൾ ലോജിക്ക് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഒരു കോൺ 45 ഡിഗ്രി ആയ ഒരു മട്ടത്രികോണത്തിന്റെ ലംബവശത്തിന്റെ നീളം 8 സെന്റിമീറ്റർ ആയാൽ അതിന്റെ കർണത്തിന്റെ നീളം എത്ര? മനസ്സിലായല്ലോ? അപ്പൊ ഒരു ത്രികോണം, എന്ത് ത്രികോണം വെച്ചാൽ ഒരു കോൺ 45 ഡിഗ്രി ആയ ഒരു മട്ടത്രികോണം അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. ഒരു കോൺ 45 ഡിഗ്രി ആയ മട്ടത്രികോണം. അപ്പൊ എന്താ? ഒരു കോൺ 90 ഡിഗ്രി ആയിട്ടുള്ള ത്രികോണത്തെ നമ്മൾ വിളിക്കുന്നവരാണ് മട്ടത്രികോണം അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എന്ന് പറയും. അപ്പൊ ഒരു കോൺ 90 ഡിഗ്രിയാ, ബാക്കി രണ്ട് കോണൂടെ കൂടുമ്പോൾ 90 കിട്ടണം. കാര്യം ഏത് ത്രികോണത്തിന്റെയും കോണുകളുടെ തുക എന്ന് പറയുന്നത് 180 ഡിഗ്രിയാ, 180 ഡിഗ്രിയാ. അതിൽ ഒരെണ്ണം 90 ആണെന്ന് പറയുന്നുണ്ട്. ഒരെണ്ണം 90 ആണ്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത് ഒരെണ്ണം ഇത് എത്ര ആയിരിക്കും? 45 ഡിഗ്രി. അപ്പൊ ഇത് എത്ര ആയിരിക്കും? 45 ഡിഗ്രി. ഒരെണ്ണം 45 ആണെന്ന് പറയുന്നുണ്ട്. ഒരു കോൺ 90 ഡിഗ്രിയാ, ഒരെണ്ണം 45 ഡിഗ്രി. അപ്പൊ അടുത്തത് 45. 45 കൂട്ടുമ്പോഴായിരിക്കണം 90 ഇട്ടേണ്ടത്. 90 കൂടുമ്പോൾ 180. അപ്പൊ ഇതിനകത്ത് കോണുകൾ എത്ര കിട്ടിയടോ? 45 ഡിഗ്രി, 45 ഡിഗ്രി, 90 ഡിഗ്രി. ഇതല്ലേ ഈ ത്രികോണത്തിന്റെ കോണുകൾ.
അപ്പൊ 45 ഡിഗ്രി 45 ഡിഗ്രി 90 ഡിഗ്രി ആണെങ്കിൽ ഇവയുടെ വശങ്ങൾ തമ്മിൽ ഒരു റേഷ്യോ ഉണ്ട്. ഒരു ത്രികോണത്തിന്റെ കോണുകൾ, ഒരു മട്ട ത്രികോണത്തിന്റെ കോണ് അല്ലെങ്കിൽ ഒരു ത്രികോണത്തിന്റെ കോണുകൾ 45 45 90 ആണെങ്കിൽ അവയുടെ വശങ്ങൾ തമ്മിൽ അംശം എന്താ? 1:1:√2 ആയിരിക്കും. 1:1:√2. അപ്പൊ ഈ 1 എവിടെ വരും? √2 എവിടെ വരും എന്ന് വെച്ചാൽ ചെറിയ കോണിനെതിരെയുള്ള വശങ്ങളായിരിക്കും ചെറുതോ, വലിയ കോണിനെതിരെയുള്ള വശം വലുതായിരിക്കും. അപ്പൊ ചെറിയ 45 ഡിഗ്രി ചെറിയുള്ള ഈ കോണിനെതിരെയുള്ള വശം ഇത് 1 ആയിരിക്കും. അതേപോലെ ഈ 45 ഇതും 1 ആയിരിക്കും. ഏറ്റവും വലുത് 90, ഇതിനെതിരെയുള്ളതായിരിക്കും √2 എന്ന് പറയുന്നത്. ഓക്കെ, 1:1:√2. ഓക്കെ, ഇനി എന്താണ് പറയുന്നത്? ഈ ലംബവശം, ഒരു മട്ടത്രികോണത്തിന്റെ ലംബവശം എന്ന് വെച്ചാൽ ഇതും ഇതുമാണ്, ഇങ്ങനെ ഇരിക്കുന്നത്. ഇതാണ് ലംബമായിട്ടിരിക്കുന്നത്. ഈ വശവും മട്ടത്രികോണത്തിന്റെ 45 ഡിഗ്രി കോണിന്റെ ഒരു കോൺ 45 ഡിഗ്രി ആയിട്ടുള്ള മട്ടത്രികോണത്തിന്റെ ലംബവശങ്ങൾ തുല്യമായിരിക്കും. ഈ ലംബവശം എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? ഒരെണ്ണം അവർ എത്ര എന്ന് പറയുന്നത്? 8 എന്ന് പറയാം. അപ്പൊ 1 × 8. അപ്പൊ 1 × 8 ആണ് 8. ഓക്കെ ആണല്ലോ. അപ്പൊ എന്താ കാരണം എത്രാന്ന് ചോദിച്ചു? കാരണം ആകുമ്പോ 8 × √2 ആയിരിക്കും. 8 ഗുണം, ഇപ്പൊ 1 × 8 8 1 × 8 8 1 × 8 8 8 × √2 8 × √2 എന്ന് വെച്ചാൽ 8√2 എന്ന് എഴുതാം. ആൻസർ എന്തായിരിക്കും? 8√2. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? വശങ്ങൾ തമ്മിലുള്ള അംശം എന്താ ഇങ്ങനെ എഴുതാം? XA:√2 XA√2 എക്സിന്റെ വാല്യൂ നമുക്ക് എന്തെടുക്കാം? എക്സിന്റെ വാല്യൂ നമുക്ക് 8 എന്ന് കൊടുത്താൽ എക്സിന്റെ വാല്യൂ 8. നമ്മുടെ ഇക്വേഷൻ XA√2 ആകുമ്പോൾ എക്സിന്റെ വാല്യൂ 8√2. നിങ്ങൾ ഇങ്ങനെ ഒന്നും ചെയ്യണമെന്നൊന്നുമില്ല. ഒറ്റ കാര്യം ആലോചിക്കുക. 1:1:√2 ആകുമ്പോൾ ചെറുത് 1 ആണെങ്കിൽ 1 എന്ന് പറയുന്നത് 8, അടുത്ത 1 8, അടുത്തത് 8√2 ആയിരിക്കും. അപ്പോൾ ഇതിനകത്ത് കാരണം എന്ന് പറയുന്നത് 8√2 ആയിരിക്കും. ഇത്രയും ആളുകളൊക്കെ ചെയ്യാൻ. ഓക്കെ ആണല്ലോ. ഇതൊക്കെ പാഠപുസ്തകത്തിനകത്ത് ഈ ക്വസ്റ്റ്യൻസ് അടപ്പുണ്ട്, പാഠപുസ്തകത്തിനകത്ത്. ഓക്കെ, അപ്പൊ അത് വെച്ച് ചെയ്യാനൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും. അത് നിങ്ങൾ ശ്രദ്ധിച്ചു പോയിക്കോണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അതിനു മുമ്പായിട്ട് നോക്കിക്കോ, നമ്മളെ ഡിഗ്രി പ്രിലിംസിന്റെ നമ്മളുണ്ടല്ലോ, ഡിഗ്രി പ്രിലിംസ് എഴുതുന്നവർക്ക് വേണ്ടി നമ്മൾ പുതിയ എന്താണ് ടെസ്റ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ടെസ്റ്റ് സീരീസ് 1500 പ്ലസ് ക്വസ്റ്റ്യൻസ് പ്ലസ് 400 എക്സ്ട്രാ ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്. ടെസ്റ്റ് സീരീസ് എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു പരീക്ഷ പാസ് ആവണമെങ്കിൽ നിങ്ങൾ പരമാവധി ക്വസ്റ്റ്യൻസ് ചെയ്ത് പരീക്ഷകൾ എഴുതി പ്രാക്ടീസ് ചെയ്യണം. പരീക്ഷ എഴുതി പ്രാക്ടീസ് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവത്തുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് ഒരു പരീക്ഷയ്ക്ക് ഒരിക്കലും ഒരു PSC പരീക്ഷ 500 പരീക്ഷ 400 പരീക്ഷ 100 പരീക്ഷ ഒന്നും നിങ്ങളെ കൊണ്ട് എഴുതാൻ പറ്റത്തില്ല. നിങ്ങൾ എന്താണ് ഡെയിലി പരീക്ഷയ്ക്ക് ടെസ്റ്റ് പാസ്സായ പ്രാക്ടീസ് ചെയ്യണം. പരമാവധി ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്താണ് നമുക്ക് മുന്നോട്ട്. അപ്പൊ നിങ്ങളുടെ തെറ്റുകൾ വരാൻ പുതിയ ക്വസ്റ്റ്യൻസ് കിട്ടും. അത് സോൾവ് ചെയ്യുന്ന രീതികളൊക്കെ കിട്ടും. പരീക്ഷയിൽ ടൈം കൺസ്യൂം ചെയ്യാൻ പറ്റും. അങ്ങനെ എത്ര പെട്ടെന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് മാറ്റാൻ പറ്റും. അതിന് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കുക. അപ്പൊ ഡിഗ്രി പ്രിലിമിനറിക്ക് വേണ്ടിയുള്ള നമ്മുടെ പുതിയ ടെസ്റ്റ് സീരീസ് ആണ്. യൂണിവേഴ്സിറ്റി ടെസ്റ്റിന്, കമ്മ്യൂണിറ്റി LGS അസിസ്റ്റന്റിന് എല്ലാം SIക്കും എല്ലാം കൂടെ ചേർത്തുള്ള ഒരെണ്ണമാണ്. അതിന്റെ നമ്മുടെ ഫീസ് എന്ന് പറയുന്നത് 299 രൂപയ്ക്ക് മെറ്റീരിയൽ സഹിതം ആൻസറും ക്വസ്റ്റ്യൻ ആൻസറിന്റെ ഫുൾ മെറ്റീരിയൽ സഹിതം നമ്മൾ ഒരുക്കുന്ന 299 രൂപയ്ക്കാണ് അത് നമ്മളത് കൊടുക്കുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ. ഇത് ആർക്കാന്ന് വെച്ചാൽ ഡിഗ്രി പ്രിലിമിനറി എഴുതുന്നവർക്ക് വേണ്ടിയാണ്. അതേപോലെ തന്നെ നമുക്ക് എന്താ യൂണിവേഴ്സിറ്റി LGS പരീക്ഷ, കമ്പനി ബോർഡ് LGS, യൂണിവേഴ്സിറ്റിയിലെ കമ്പനി ബോർഡ് LGS പരീക്ഷ എഴുതുന്നവർക്ക് വേണ്ടി നമ്മൾ പുതിയ 1500 ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു ടെസ്റ്റ് സീരീസ് ആണ് നമ്മൾ നടത്തുന്നത്. അതിന്റെ വാല്യൂ എന്ന് വെച്ചാൽ 199 രൂപയുടെ. ഓരോ വിദ്യാർത്ഥികൾ അവരുടെ റിവ്യൂ, അവർ ഇതെടുത്ത് നേരത്തെ പർച്ചേസ് ചെയ്തവർ അവരുടെ റിവ്യൂസ് ആണ് എടുത്തേക്കുന്നത്, നമ്മൾ ഈ കമ്പനിനകത്ത് കൊടുത്തേക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് 199 രൂപയാണ് നമ്മുടെ ഫീ എന്ന് പറയുന്നത്. 199 രൂപയ്ക്ക് നമുക്ക് ഇപ്പൊ എഴുതാൻ പോകുന്ന കമ്പനി ബോർഡ് LGS ഉള്ള പരീക്ഷകൾക്ക് വേണ്ടി ടെസ്റ്റ് സീരീസ് നമ്മൾ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആപ്പിനകത്ത് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ നമ്മുടെ ആപ്പിനകത്ത് കയറിയിട്ട് ടെസ്റ്റ് സീരീസ് ഫ്രീ ടെസ്റ്റ് സീരീസും കിടപ്പുണ്ട്, ഫ്രീയും കിടപ്പുണ്ട്, പെയ്ഡും കിടപ്പുണ്ട്. നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ഫ്രീ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ പെയ്ഡ് എടുത്താൽ മതി. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരുപാട് ടെസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ആപ്പിനകത്ത് കിടപ്പുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ പുതിയ രണ്ട് കോഴ്സുകൾ എന്ന് പറയുന്നത്. ടെസ്റ്റ് സീരീസ് എന്ന് പറയുന്നത് ഒന്ന് എന്തിന്റെയാണ്? ഡിഗ്രി പ്രിലിമിനറിയുടെയും അതേപോലെ LGS കമ്പനി ബോർഡ് LGSന്റെയും. ഡിഗ്രി പ്രിലിമിനറി 299 രൂപയുടെയും LGSന് 199 രൂപയാണ്. ഓക്കെ ആണല്ലോ. 1500 പ്ലസ് ക്വസ്റ്റ്യൻസ് ആണ് അതിനകത്ത് വരുന്നത്. ഓക്കെ, നേരെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, ഏതാണ്ട് 37 സ്ക്വയർ മൈനസ് 3 ഡിവൈഡഡ് ബൈ 34
ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഇത് ഏത് ഫോമിൽ അടക്കുന്ന വെച്ചാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന ഫോമിൽ അടക്കുന്നത്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാം? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന ഫോമിൽ എഴുതാം. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന ഫോമിൽ എഴുതാം. അപ്പൊ എന്താ, എക്ക് വരെ 37, ബിക്ക് വരെ 3. അപ്പൊ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് വെച്ചാൽ 37 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ എന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ എഴുതാം? 37 പ്ലസ് 3 ഇൻറ്റു 37 മൈനസ് 3 ഡിവൈഡഡ് ബൈ 34 എന്ന് എഴുതാം. 34 എന്ന് എഴുതാം. ഓക്കെ അല്ലെ? 37 3 കൂടെ കൂടുമ്പോൾ 40 ഇൻറ്റു 37 3 കുറച്ചാൽ 34 ഡിവൈഡഡ് ബൈ 34. 34 ക്യാൻസൽ ആയിപ്പോ ആൻസർ 40 എന്നുള്ള ഉത്തരമായിരിക്കും കിട്ടുന്നത്. 3 ടു 40. അപ്പൊ എന്താ, 37 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ ഡിവൈഡഡ് ബൈ 34. അപ്പൊ എന്താ, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിനെ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതാം. എ പ്ലസ് 37 പ്ലസ് 3 ഇൻറ്റു 37 മൈനസ് 3. 37 3 40. 37 3 കുറച്ചാൽ 34 എന്ന് കിട്ടും. ഓക്കെ, എന്നാലും 37 ക്യാൻസൽ. ആൻസർ നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 40 ആണ്. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് അങ്ങ് പോകണം. നമുക്ക് സമയമില്ല, ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനുണ്ട്. ഓക്കെ, അതാ നോക്കിക്കോണ. തുടർച്ചയായിട്ടുള്ള 3 പൂർണ്ണസംഖ്യകളുടെ ഗുണനം എപ്പോഴും ഡാഷ് കൊണ്ട് ശിഷ്ടമില്ലാതെ ഹരിക്കാൻ കഴിയും. മനസ്സിലായോ? തുടർച്ചയായിട്ടുള്ള 3 പൂർണ്ണസംഖ്യകളുടെ ഗുണനം എപ്പോഴും പൂർണ്ണമായി നിശേഷം ഹരിക്കാൻ പറ്റുന്ന നമ്പർ ഏതാണെന്ന് വെച്ചിരിക്കുന്നത്. എപ്പോഴും തുടർച്ചയായിട്ടുള്ള 3 എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലത്തെ നമുക്ക് എപ്പോഴും 6 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും. ശിഷ്ടമില്ലാതെ 6 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ? ഉദാഹരണം നോക്കാം. 1 ഇൻറ്റു 2 ഇൻറ്റു 3, 2 3 6. 6ന് 6 കൊണ്ട് ചൂടെ ശിഷ്ടം 0 അല്ലേ വരുന്നത്. അടുത്ത വേണ്ട 2 ഇൻറ്റു 3 ഇൻറ്റു 4, 2 2 3 6. 6 4 24. 24 നമുക്ക് 6 ചേർച്ചൂടായിടോ. ശിഷ്ടം 0 വരും. ശിഷ്ടം 0 വരും. ഓക്കെ ആണല്ലോ? അടുത്തണ്ട് 3 ഇൻറ്റു 4 ഇൻറ്റു 5, 4 20. 20 ഗുണം 3 60. 60ന് 6 ചേർച്ചൂടായിടോ. ശിഷ്ടം 0 ആയിരിക്കും. ശിഷ്ടം 0 ആയിരിക്കും വരുന്നത്. അപ്പൊ അങ്ങനെ തുടർച്ചയായിട്ടുള്ള 3 എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലത്തെ ശിഷ്ടമില്ലാതെ ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഏതാണെന്ന് വെച്ചാൽ 6 ആയിരിക്കും. നമ്മുടെ ആൻസർ കാണാതെ പഠിച്ചു വെച്ചാൽ നമ്മുടെ ആൻസർ 6 ആണ്. ഓക്കെ ആണല്ലോ? നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ട്. എയുടെ 30% സമം ബിയുടെ 20% ആയാൽ എ പ്ലസ് ബി ഈസ് ടു എ മൈനസ് ബി എത്ര? മനസ്സിലായല്ലോ? എയുടെ 30%വും ബിയുടെ 20%വും തുല്യമാണെന്നാ പറഞ്ഞു. എയുടെ 30%വും ബിയുടെ 20%വും തുല്യമാണെന്നാ പറഞ്ഞേക്കുന്നത്. എയുടെ 30%വും ബിയുടെ 20%വും തുല്യമായാൽ എ പ്ലസ് ബി ഈസ് ടു എ മൈനസ് ബി. അപ്പൊ ഒരു സംഖ്യയുടെ എ ശതമാനവും മറ്റൊരു സംഖ്യയുടെ ബി ശതമാനം തുല്യമായാൽ ആ സംഖ്യകൾ തമ്മിൽ അംശം എന്താ? എ ഈസ് ടു ബി എത്രയാണെന്ന് ചോദിച്ചാൽ ഇതങ്ങ് തിരിച്ചെഴുതി വെച്ചാൽ എയുടെ ബി ശതമാനം ബിയുടെ എ ശതമാനം തുല്യമായാൽ സംഖ്യകൾ തമ്മിൽ അംശം എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ എന്താ എ ഈസ് ടു ബി എത്രയാണെന്ന് വെച്ചാൽ ഇത് തിരിച്ചങ്ങ് എഴുതി വെച്ചാൽ 20 ഈസ് ടു 30 ആയിരിക്കും. 20 ഈസ് ടു 30 തിരിച്ചെഴുതുക. 20 എടുത്ത് ആദ്യം എഴുതുക, 30 എടുത്ത് രണ്ടാമത് എഴുതുക. മനസ്സിലായല്ലോ? എയുടെ 30% സമം ബിയുടെ 20% ആണെങ്കിൽ എ ഈസ് ടു ബി എത്രയാണെന്ന് പറയാൻ 20 എടുത്ത് ആദ്യം 30 എടുത്ത് രണ്ടാമത് എഴുതുക. തിരിച്ചങ്ങ് ഇട്ടാൽ അപ്പൊ എ ഈസ് ടു ബിയുടെ റേഷ്യോ എന്ന് വെച്ചാൽ വെട്ടി ചെറുതാക്കുക. 0 0 ക്യാൻസൽ ആയി പോകും. ആൻസർ 2:3 കിട്ടും. 2:3 കിട്ടും. നിങ്ങൾ പ്രത്യേകിച്ചല്ല എയുടെ വാല്യൂ ആയിട്ട് 2നെയും കൊടുക്കുക, ബിയുടെ വാല്യൂ ആയിട്ട് നിങ്ങൾ 3നെയും കൊടുത്തേക്കുക. എയുടെ വാല്യൂ ആയിട്ട് 2നെയും ബിയുടെ വാല്യൂ ആയിട്ട് 3നെയും കൊടുത്തേക്കുക. നമ്മുടെ ഇക്വേഷൻ ഇതാണ്. നമ്മുടെ ഇക്വേഷൻ പ്രകാരം എ പ്ലസ് ബി ഈസ് ടു എ മൈനസ് ബി അല്ലേ? എ പ്ലസ് ബി ഈസ് ടു എ മൈനസ് ബി ആണല്ലോ. എ മൈനസ് ബി ആണ്. എ പ്ലസ് ബി ഈസ് ടു എ മൈനസ് ബി ആ. അപ്പൊ എയുടെ വാല്യൂ ആയിട്ട് നമ്മൾ എയുടെ പേരിൽ ആദ്യം കിടക്കുന്ന അപ്പൊ എയുടെ വാല്യൂ ആയിട്ട് നിങ്ങൾ 2 കൊടുക്കുക. 2 പ്ലസ് ബിയുടെ വാല്യൂ രണ്ടാമത് കിടക്കുന്നത് രണ്ടാമത് 3 കൊടുക്കുക. 2 പ്ലസ് 3 ഈസ് ടു എയുടെ വാല്യൂ എന്ന് പറയുന്നത് ബി മൈനസ് എ. എ മൈനസ് ബി അല്ലെ ബി മൈനസ് എ ആണ് അല്ലെ? മൈനസ് വരും. ബി മൈനസ് എ ആണല്ലോ. ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് 3 അല്ലയോ? 3 മൈനസ് 2 എന്ന് കൊടുക്കുക. 3 മൈനസ് 2 ഓക്കെ ആണല്ലോ? 3 2 കൂടുമ്പോൾ 5:3. 3 2 കുറച്ചാൽ 1. ആൻസർ 5:1 ആയിരിക്കും. ആൻസർ എത്ര കിട്ടുമോ? 5:1. അപ്പൊ എന്താണ്? എയുടെ 30% ബിയുടെ 20% തുല്യമായ എ പ്ലസ് ബി ഈസ് ടു ബി മൈനസ് എ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? എ ഈസ് ടു ബി എന്ന് പറയുമ്പോൾ ഇത് ഈ റേഷ്യോ തിരിച്ചിട്ടാൽ മതി. ഈ ശതമാനം തിരിച്ചിട്ടാൽ മതി. 20 എടുത്ത് ആദ്യം എഴുതുക, 30 എടുത്ത് രണ്ടാമത് എഴുതുക. അപ്പൊ എത്രയാണ്? 0 0 ക്യാൻസൽ ആയിപ്പോ അല്ലെങ്കിൽ 2 10 20 3 10 30 2:3. എയുടെ വാല്യൂ 2, ബിയുടെ വാല്യൂ 3. ഓക്കെ, ഇവിടെ കൊടുക്കുക. 2 പ്ലസ് 3 3 മൈനസ് 2. ആൻസർ 5:1 ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് അങ്ങ് പോവാം. ഓക്കെ, 6:15ന്റെ 6:15ന്റെ ഒറ്റയുടെ സ്ഥാനത്ത് അക്കം എത്ര? 6:15ന്റെ ഒറ്റയുടെ സ്ഥാനത്ത് അക്കം എത്ര എന്നല്ലേ നമ്മൾ ചോദിച്ചിരിക്കുന്നത്. കാര്യമൊന്നുമില്ല, വളരെ സിമ്പിളാ. 6:15ന്റെ ഒറ്റയുടെ സ്ഥാനത്ത് അക്കം വരുമ്പോൾ നിങ്ങൾ പറയണം, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമോ, ഒരു സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന സംഖ്യ 0 1
5, 6 ഏതെങ്കിലും ആണ് എങ്കിൽ ഒരു സംഖ്യയുടെ ഇപ്പൊ ഉദാഹരണം കണ്ടേ 20/40 ഇങ്ങനെ വന്നു. അപ്പൊ ഒറ്റ 20/40 വേണ്ട 41 ഇരിക്കുക. ഈ രണ്ട് പൂജയുടെ കൺഫ്യൂഷൻ ആണ്ടാ 41 ഞാൻ 20/41 മനസ്സിലായോ? അല്ലെങ്കിൽ വേണ്ട 51/47 ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ ഒറ്റ സ്ഥാനത്ത് 0, ഇവിടെ ഒറ്റ സ്ഥാനത്ത് എത്ര 1 വന്നേക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്താ എഴുതാം 45/23 ഓക്കെ. ഇവിടെ ഒറ്റ സ്ഥാനത്ത് എത്ര 5 വന്നേക്കുന്നത്. അടുത്തത് 1006/74 ഇവിടെ ഒറ്റ സ്ഥാനത്ത് എത്ര 6 വന്നേക്കുന്നത്. ഇങ്ങനെയൊക്കെ ഒറ്റയുടെ സ്ഥാനത്ത് 0, 1, 5, 6 ഏതെങ്കിലുമാണ് ഒറ്റയുടെ സ്ഥാനത്ത് വരുന്നതെങ്കിൽ ഇനി എത്ര പവർ ആണെങ്കിലും അത് തന്നെ ആയിരിക്കും ആൻസർ. ഒറ്റയുടെ സ്ഥാനത്ത് 0 വന്നാൽ 0 തന്നെ ആയിരിക്കും, 5 വന്നാൽ 1 വന്നാൽ 1 തന്നെ ആയിരിക്കും, 5 വന്നാൽ 5 തന്നെ ആയിരിക്കും, 6 വന്നാൽ 6 ആയിരിക്കും. ഇത് കാണാതെ പഠിച്ചു വെച്ചേക്കോ. ഒറ്റയുടെ സ്ഥാനത്ത് 0, 1, 5, 6 ഇവയിൽ ഏതെങ്കിലുമാണ് വരുന്നതെങ്കിൽ അതിന് ഇനി എത്ര പവർ കൊടുത്താലും ഒറ്റയുടെ സ്ഥാനത്ത് ആ നമ്പർ തന്നെ വരുത്തുള്ളൂ. അപ്പൊ 6/15 ഇവിടെ ഒറ്റയുടെ സ്ഥാനത്ത് 6 വരുന്നത്. നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 6 ആൻസർ ആയിട്ട് കിട്ടുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ. അപ്പൊ അത്രയും കാര്യമുള്ളൂ. അപ്പൊ ഏതൊക്കെയാണ് ഓർത്ത് വെച്ചോണം? 0, 1, 5, 6 ഇവയിൽ ഏതെങ്കിലും ആണ് വരുന്നതെങ്കിൽ ഒറ്റയുടെ സ്ഥാനത്ത് വരുന്നെങ്കിൽ അവയുടെ പവർ ഇനി എത്ര നമ്പർ ആണെങ്കിലും ശരി അവിടെ ഒറ്റ സ്ഥാനത്ത് ആ നമ്പർ തന്നെ വരത്തുള്ളൂ. മനസ്സിലായോ? വൺസിന്റെ പ്ലേസിൽ എത്ര 0, 1, 5, 6 ഏതെങ്കിലും വന്നാൽ നമുക്ക് അത് തന്നെ ആയിരിക്കും വൺസിൽ വരുന്നത്. ഓക്കെ. എത്ര പവർ വന്നാലും ഒരു കാരണവശാലും പേടിക്കേണ്ട, കുഴപ്പമൊന്നുമില്ല. അപ്പൊ 6/15 അപ്പൊ ഇവിടെ ഒറ്റയുടെ സ്ഥാനത്ത് എത്ര 6, 36, 36 × 6 216 എല്ലാം 6 ഉണ്ട്. 6 × 6 6 × 6 എത്ര 36 ഒറ്റയുടെ സ്ഥാനത്ത് 6 അല്ലയോ. 6 × 6 × 6 216 ഒറ്റയുടെ സ്ഥാനത്ത് 6 അല്ലയോ. അങ്ങനെ എത്ര എഴുതിയാലും അത് തന്നെ വരത്തുള്ളൂ, ഒരു കാരണവശാലും മാറി വരുത്തേയില്ല. അപ്പൊ ഇത് 4 എണ്ണത്തിനാണ് ആ പ്രത്യേകത ഉള്ളത്. ഓക്കെ ആണല്ലോ? നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകണേ. കാര്യമൊന്നുമില്ല, നമുക്ക് ഒത്തിരി സമയമില്ല. അതുകൊണ്ടാണ് ഒത്തിരി കാര്യങ്ങൾ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട്. നമുക്ക് സമയമില്ല, പരീക്ഷ ഇനി അടുത്ത്. അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ നമുക്ക് എല്ലാ ആഴ്ചയിലും അല്ലെങ്കിൽ ഡെയിലിയോ അപ്പൊ നമ്മുടെ ഷെഡ്യൂൾ ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഇതേപോലെ നമ്മൾ ലൈവ് വന്നിട്ടും അല്ലാതെ യൂട്യൂബ് ക്ലാസ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഡിഗ്രി പ്രിലിംസിന് വേണ്ട ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഇതേപോലെ വർക്ക്ഔട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അതെ A, B, C ഇവയുടെ ശരാശരി M. A, B, C A, B, C ഇവയുടെ ശരാശരി എന്ന് പറയുന്നത് M ആണ്. അതേപോലെ A + B + C AB + BC + CA = 0 ആയാൽ A², B², C²ന്റെ ശരാശരി എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ ശരാശരി എത്ര? ഇതാണല്ലോ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ABC ഇവയുടെ ശരാശരി എന്ന് പറയുന്നത് M. ശരാശരി എന്ന് വെച്ചാൽ എങ്ങനെ കിട്ടുന്നത്? തുക ബൈ എണ്ണ. എയും ബിയും സിയും കൂടെ കൂട്ടിയിട്ട് എണ്ണ എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. 3 ABC 3 സംഖ്യയല്ലോ. തുക ബൈ എണ്ണ എല്ലാം കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഹരിക്കുമ്പോഴാണ് നമുക്ക് ശരാശരി എന്ത് കിട്ടുന്നത്? M കിട്ടുന്നത്. മനസ്സിലായോ? എയും ബിയും സിയും കൂടെ കൂട്ടിയിട്ട് എണ്ണമായ 3 കൊണ്ട് ഹരിക്കുമ്പോഴാണ് നമുക്ക് ശരാശരി M കിട്ടുന്നത്. അപ്പൊ എന്താ A + B + C യുടെ വില എന്ന് കണ്ടുപിടിക്കാം. A + B + C യുടെ വില എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 3 ഇവിടെ ഹരിച്ചേക്കല്ലോ, അപ്പുറത്തുമ്പോ ഗുണിക്കണം, ഹരിച്ചേക്കുന്ന അപ്പുറത്തുമ്പോ ഗുണിക്കണം. അപ്പൊ എന്താ 3M എന്ന് കിട്ടും. 3M 3 × M. മനസ്സിലായോ? ഇവിടെ ഹരിച്ചേക്കുന്നത് സമത്തിന് അപ്പുറം പോകുമ്പോൾ ഗുണിക്കും. M 3 കൂടെ ഗുണിക്കും. M 3 കൂടെ ഗുണിക്കുമ്പോൾ 3M എന്ന് കിട്ടും. അപ്പൊ A + B + C യുടെ വില കിട്ടി, 3M എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ? ഇനി അടുത്ത എന്താണ് പറഞ്ഞത്? AB + BC + CA എന്ന് പറയുന്നത് 0 ആണെന്ന് പറയുന്നുണ്ട്. AB + BC + CA എന്ന് പറയുന്നത് 0 ആണെന്ന് പറയുന്നുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് A², B², C²ന്റെ ശരാശരി എത്രയാണെന്ന് വെച്ചിരിക്കുന്നത്. ഇവിടെ ശരാശരി എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ശരാശരി എങ്ങനെ കണ്ടുപിടിക്കുന്നത്? എല്ലാവരുടെ കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഹരിക്കുന്നതിലൂടെ ശരാശരി A², എന്താണ് A², B², C² കൂട്ടിയിട്ട് എണ്ണമായ 3 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര കിട്ടി? ഇതാണ് അവയുടെ ശരാശരി. A², B², C² കൂട്ടിയിട്ട് എണ്ണമായ 3 കൊണ്ട് ഹരിക്കും. തുക ബൈ എണ്ണമാണ് ശരാശരി. ഇത് എത്ര ആണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇത് കണ്ടുപിടിക്കാൻ ഒന്നും ഇല്ലടോ. അതാ സിമ്പിളാ. ഒരു ഇക്വേഷൻ ഉണ്ട്. അതാ ഇങ്ങനെ ഇക്വേഷൻ ഉണ്ട്. ആണ്ടേ A + B + C the whole square is equal to A + B + C the whole square is equal to ആണ്ടേ A² + B² + C² + 2 × AB + BC + CA 2 × AB + BC + CA. ഇതാണ് ഇക്വേഷൻ. മനസ്സിലായല്ലോ? ഇക്വേഷൻ ആണ്. ഓക്കെ, നമ്മൾ ഇവിടെ എഴുതാം. A + B + C the whole square is equal to A² + B² + C² + 2 × AB + BC + CA. ഇതാണ് ഇക്വേഷൻ. ഓക്കെ ആണല്ലോ? നമുക്ക് നോക്കാം. A + B + C ഓൾറെഡി ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടുപിടിച്ചു. A + B + C യുടെ വാല്യൂ കണ്ടുപിടിച്ചു. എത്ര? 3M എന്നുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ കൊണ്ട് കൊടുക്കോടോ? 3M എന്ന് കൊടുക്കോ.
ദ ഹോൾ സ്ക്വയർ. എ പ്ലസ് ബി പ്ലസ് സിയുടെ വാല്യൂ കൊടുത്തിട്ടുണ്ട് 3m എന്ന് പറഞ്ഞിട്ട് ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. അപ്പൊ നോക്കണേ, എ സ്ക്വയറും ബി സ്ക്വയറും സി സ്ക്വയറും കൂട്ടാം. അത് എത്ര നമുക്ക് അറിയത്തില്ല. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ അറിയത്തില്ല. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് 2 into എ ബി പ്ലസ് ബി സി പ്ലസ് സി എ. 2 into എ ബി പ്ലസ് ബി സി പ്ലസ് സി എ ബി പ്ലസ് ബി സി പ്ലസ് സിയുടെ വാല്യൂ നമുക്കറിയാം എത്ര? 0 ആണെന്ന് നമുക്കറിയാം. നമുക്ക് 0 എന്നറിയാം. ഓക്കെ ആണല്ലോ. അതുകൊണ്ട് 0യും കൊടുത്തു. ഓക്കെ ആണല്ലോ. ഇനി എന്താണ്? ഈ ബ്രാക്കറ്റ് പൊളിക്കണം. ബ്രാക്കറ്റ് പൊളിക്കണമെങ്കിൽ ഇതിന്റെ സ്ക്വയർ എടുക്കണം. സ്ക്വയർ എടുക്കുമ്പോൾ ആദ്യം 3ന്റെ സ്ക്വയർ എടുക്കാവോ? 3ന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 9. എമ്മിന്റെ സ്ക്വയർ എത്ര? m സ്ക്വയർ. 9m സ്ക്വയർ ഈക്വൽ ടു 9m സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. 2 ഗുണം 0 എന്ന് വെച്ചാൽ 0. 2 0 ഗുണിക്കുമ്പോൾ എത്ര? ഇവിടെ 0 ആയി പോയി. ഇത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. 2 0 ഗുണിക്കുമ്പോൾ 0 ആയി. അത് ക്യാൻസൽ ആയി പോയി. ഇനി എന്തുവാ? പിന്നെ 9m സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ആണ്. നമുക്ക് വേണ്ടത് അവയുടെ ശരാശരിയാണ്. തുകയാണ് ഈ കിടക്കുന്നത്. തുകയാണ്. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ തുകയാണല്ലോ. നമുക്ക് ശരാശരിയാണോ വേണ്ടത്? ശരാശരി വേണം. അപ്പൊ നോക്കിയേ, ശരാശരി വേണം. ഇത് തുകയെ എണ്ണം കൊണ്ട് ഹരിക്കുന്നല്ലേ മക്കള് ശരാശരി എന്ന് പറയുന്നത്. തുകയെ നമ്മൾ എന്തുകൊണ്ട് ഹരിക്കണം? എണ്ണം കൊണ്ട് ഹരിക്കണം. തുക ഇതാണ്. അപ്പൊ എണ്ണം കൊണ്ട് ഹരിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിനെ 3 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പൊ ശരാശരി ഇട്ടതില്ല. അപ്പൊ നമുക്ക് നോക്കാം. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയറിനെ ഞാൻ 3 കൊണ്ട് ഹരിച്ചു. 3 കൊണ്ട് ഹരിക്കുമ്പോൾ ഇത് ശരാശരി ആവത്തില്ലയോ? ഇത് തുകയാണെങ്കിൽ ഇതും തുകയാ. ഇത് തുകയാണെങ്കിൽ സമത്തിന് അപ്പുറത്ത് കിടക്കുന്ന തുകയാണെങ്കിൽ സമത്തിന് ഇപ്പുറത്ത് കിടക്കുന്ന തുക. അപ്പുറം ഇപ്പുറമുള്ള ഈക്വൽ അല്ലയോ? അപ്പൊ എന്താ? ഇതിനെ ശരാശരിയാക്കാൻ 3 കൊണ്ട് ഹരിച്ചാൽ, ഇതിനെ ശരാശരിയാക്കാൻ 3 കൊണ്ട് ഹരിച്ചാൽ മതി. 9m സ്ക്വയറിനെ 3 കൊണ്ട് ഹരിച്ചാൽ ഇതും ശരാശരിയാവും. 9m സ്ക്വയറിനെ, അപ്പൊ ഇത് തുക 3 കൊണ്ട് ഹരിച്ചാൽ ഇത് ശരാശരി. അപ്പൊ ഇവിടെ 3 കൊണ്ട് ഹരിക്കണം, ഇത് ശരാശരി. അതുകൊണ്ട് 9നെ 3 ഹരിച്ചാൽ 3 കിട്ടും. 3m സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ബൈ 3 എന്ന് എഴുതാം. ഓക്കെ, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ബൈ 3 എന്ന് എഴുതാം. ബൈ 3 എന്ന് എഴുതാം. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ബൈ 3 എത്ര എന്നാലും ചോദിച്ചിരിക്കുന്നത് 3m സ്ക്വയർ. നമ്മുടെ ആൻസർ എന്ന് വെച്ചാൽ 3m സ്ക്വയർ ആയിരിക്കും ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അവിടെ ശരാശരി എന്ന് പറയുന്നത് 3m സ്ക്വയർ ആയിരിക്കും. ഓക്കെ ആണോ? ഓക്കെ, നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ. എൽ പി യു പിയുടെ നമ്മുടെ ലോങ് ടൈം ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ലോങ് ടൈം ബാച്ച് കണ്ടേ 500 മണിക്കൂറാണ് ക്ലാസ്. 500 മണിക്കൂർ ക്ലാസ്. സിലബസ് വൈസ് ക്ലാസ് ആണ്. അതേപോലെ തന്നെ എന്റെ മെറ്റീരിയലും കാര്യങ്ങളും എല്ലാം നമ്മുടെ ആപ്പിനകത്ത് ഓരോ ക്ലാസിന്റെയും PDF നോട്ട്സുകളും കാര്യങ്ങളും എല്ലാം നമ്മുടെ ആപ്പിനകത്ത് കൊടുക്കുന്നുണ്ട്. ലോങ് ടൈം ബാച്ച് ആണ്. അതിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 999 സോറി, അതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 999 രൂപയാണ്. 1 വർഷമാണ്. അതിന്റെ 1 ഇയർ ആണ് വാലിഡിറ്റി. 1 ഇയർ വാലിഡിറ്റി ആണുള്ളത്. ഓക്കെ, എന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 999 രൂപയാണ്. ഇപ്പൊ അത് 50% ഓഫറിലാണ്. 1999 രൂപയ്ക്ക് കൊടുത്തിട്ടിരുന്ന സാധനമാണ് 50% ഓഫറിലാണ് നമ്മുടെ പുതിയ ബാച്ച് ലോഞ്ച് ചെയ്തേക്കുന്നത്. നമ്മുടെ ഓൾറെഡി ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരാഴ്ച ആയിട്ടുള്ളൂ. ഇതുവരെ ആരും ജോയിൻ ചെയ്യാത്തവർ എത്രയെങ്കിലും ഉണ്ടെങ്കിൽ, ആരെങ്കിലും ഒക്കെ ജോയിൻ ചെയ്യാത്തവരുണ്ട് എങ്കിൽ ഓക്കെ, അവർക്ക് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം. നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. 999 രൂപ നല്ല റീസണബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിന് 500 മണിക്കൂർ ക്ലാസ് എന്ന് പറയുന്നത് കൊച്ചുകളില്ല. എല്ലാം പ്രിന്റഡ് നോട്ട്, PDF നോട്ട്സും റെക്കോർഡ് ക്ലാസ്സും ലൈവ് സെക്ഷൻസ് എല്ലാം അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്യാൻ മടിച്ചു നിൽക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അത്ര ക്ലാസ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. അതുകൊണ്ടാണ് കുറച്ചുകൂടെ ഒക്കെ ആയി കഴിയുമ്പോൾ പിന്നെ നിങ്ങൾ അത്രയും ക്ലാസ്സുകളൊക്കെ കണ്ടുവരേണ്ടി വരും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഓക്കെ, നമുക്ക് നേരെ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് അങ്ങോട്ട് പോകാടോ. അടുത്ത ക്വസ്റ്റ്യൻ ഓക്കെ ആണല്ലോ. അത് നോക്കിയോ. ഒരു ടാപ്പ് 2 മണിക്കൂർ കൊണ്ട് ഒരു വാട്ടർ ടാങ്ക് നിറയ്ക്കുന്നു. ടാങ്കിന്റെ അടിയിലുള്ള ഒരു ചോർച്ച 3 മണിക്കൂർ കൊണ്ട് അത് ശൂന്യമാക്കുന്നു. രണ്ടും 1 മണിക്കൂർ തുറന്നത് ശേഷം ചോർച്ച അടച്ചു. എത്ര സമയം കൊണ്ട് ടാങ്ക് നിറയും? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. കാര്യമൊന്നുമില്ല, സിമ്പിൾ ക്വസ്റ്റ്യൻസ് വേണ്ടല്ല. ഒരു ടാപ്പ് 2 മണിക്കൂർ കൊണ്ട് നിറയും. ഒരു ടാപ്പ് തുറന്ന ഒരു ടാങ്ക് ടാപ്പ് 2 മണിക്കൂർ കൊണ്ട് ഒരു വാട്ടർ ടാങ്കിനെ നിറയ്ക്കുന്നുണ്ട്. മനസ്സിലായി? ഒരു ടാപ്പ് തുറന്ന 2 മണിക്കൂർ കൊണ്ട് ഒരു ടാങ്ക് നിറയുള്ളൂ. പക്ഷെ അതിന്റെ അടിയിൽ ഒരു ചോർച്ച ഉണ്ട്. ചോർച്ച ഉണ്ടെങ്കിൽ ഈ നിറഞ്ഞ ടാങ്ക് എന്താ 3 മണിക്കൂർ കൊണ്ട് മൊത്തം കാലിയായിട്ട് അങ്ങ് പോകുമെന്ന് പറയുന്നത്. എങ്കിൽ ഈ ടാപ്പ് തുറന്നു വെച്ചേക്കോ. തുറന്ന് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ 1 മണിക്കൂർ കഴിയുമ്പോൾ എന്താണ്? അടിക്കൂടെ 1 മണിക്കൂർ വരെ വെള്ളം പോയിക്കൊണ്ടിരിക്കും. മേളിൽ നിന്ന് 1 മണിക്കൂർ വെള്ളം വരുന്നുണ്ട്, അടിയിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കണം. അങ്ങനെ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇവരെന്ത് ചെയ്തു? ഈ ചോർച്ച അങ്ങ് അടച്ചു. എങ്കിൽ ഇനി ആ ടാങ്ക് നിറയാൻ എത്ര സമയം എടുക്കും? ഒന്നുമില്ല, സിമ്പിൾ കാര്യമൊന്നുമില്ല. ടാങ്ക് നിറയ്ക്കാൻ എത്ര സമയം എടുക്കും? 2 മണിക്കൂർ എടുക്കും. ഓക്കെ ആണല്ലോ. 2 മണിക്കൂറുണ്ട്. ടാങ്ക്
ഫില്ലായ ടാങ്ക് ശൂന്യമാകാൻ അതുണ്ട്, ശൂന്യമാകാൻ മനസ്സിലായല്ലോ 3 മണിക്കൂറുണ്ട്. 3 മണിക്കൂറുണ്ട് ചോർച്ച അത് ശൂന്യമാകും. അപ്പൊ ചോർച്ചയിലൂടെ ടാങ്ക് ശൂന്യമാകാൻ 3 മണിക്കൂർ എടുക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? ഈ തന്നേക്കുന്ന നിറയ്ക്കാൻ എടുക്കുന്ന സമയത്തിന്റെയും ശൂന്യമാകാൻ എടുക്കുന്ന സമയത്തിന്റെയും LCM കാണുക. അതായിരിക്കും ആ ടാങ്കിലുള്ള ആകെ വെള്ളം എന്ന് പറയുന്നത്. ആകെ വെള്ളത്തിന്റെ അളവ് എന്ന് അറിയാൻ ഇതിന്റെ LCM കാണും. അപ്പൊ എന്താ 2ന്റെയും 3ന്റെയും LCM കാണുക, 6 എന്ന് കിട്ടും. ഈ 6 എന്ന് പറയുന്നതാണ് ആ ടാങ്കിന് ആവശ്യമാണ്. എന്താ 1, 2, 1, 3 2ന്റെയും 3ന്റെയും LCM ആണ് 6 എന്ന് പറയുന്നത്. ഈ 6 എന്ന് പറയുന്നതാണ് ആ ടാങ്ക് നിറയ്ക്കാനുള്ള, ആ ടാങ്ക് നിറച്ചുള്ള വെള്ളത്തിന്റെ അളവ് എന്ന് വെച്ചാൽ 6 ലിറ്റർ എന്ന് എടുക്കുക. ഓക്കെ ആണല്ലോ. ഇനി ഈ നിറയ്ക്കുന്ന ടാങ്ക് 1 മണിക്കൂർ കൊണ്ട് എത്ര ലിറ്റർ വെള്ളം നിറയ്ക്കുമെന്ന് നോക്കാം. നിറയ്ക്കുന്ന ടാങ്ക് അതിന്റെ എഫിഷ്യൻസിയാണ് നോക്കേണ്ടത്. എത്ര ലിറ്റർ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ അതിന്റെ കാര്യക്ഷമത. 1 മണിക്കൂർ കൊണ്ട് എത്ര ലിറ്റർ നിറയ്ക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഓക്കെ ആണല്ലോ. ഒന്നാമത്തെ ടാപ്പ് എത്ര 6/2 മൊത്തം എത്ര ഉണ്ട് 6 ആണ്. മൊത്തത്തിൽ 6 ലിറ്റർ വെള്ളമാണ് 1 മണിക്കൂറിൽ 2 ലിറ്റർ ഇതാണിത്. 2 മണിക്കൂർ കൊണ്ട് നിറയ്ക്കുന്നത്. അപ്പൊ 1 മണിക്കൂർ എത്ര വെച്ചാൽ 2നെ 6 2 വെച്ചിരിക്കുക 3 ലിറ്റർ ആണ്. 3 ലിറ്റർ വെള്ളമാണ് പൈപ്പിലൂടെ 3 ലിറ്റർ വെള്ളമാണ്. 1 മണിക്കൂർ 3 ലിറ്റർ വെള്ളം വരും. 2 മണിക്കൂറിൽ 6 ലിറ്റർ. ടാങ്ക് നിറയാൻ 6 ലിറ്റർ വെള്ളം വേണം. ഓക്കെ ആണല്ലോ. അപ്പൊ എന്താണ് 2 മണിക്കൂർ എടുക്കുന്ന 1 മണിക്കൂർ 3 ലിറ്റർ വീതം നിറയ്ക്കും. ഓക്കെ ആണല്ലോ. ഈ ശൂന്യമാക്കിക്കൊണ്ടിരിക്കുന്ന പൈപ്പ് 1 മണിക്കൂർ എത്ര ചോർച്ചയിലൂടെ ശൂന്യമായിക്കൊണ്ടിരിക്കുമ്പോൾ 1 മണിക്കൂറിൽ എത്ര ലിറ്റർ വെള്ളം അതിനകത്തുനിന്ന് പുറത്തോട്ട് പോകും നമുക്ക് നോക്കാം. മൊത്തത്തിൽ എത്ര 6 ലിറ്റർ ആണുള്ളത്. ഓക്കെ ആണല്ലോ. അതിന് 1 മണിക്കൂറിൽ എത്ര 3 ലിറ്റർ അല്ലെങ്കിൽ 3 മണിക്കൂർ കൊണ്ടാണ് അത് ശൂന്യമാക്കുന്നത് എങ്കിൽ 1 മണിക്കൂറിൽ എത്ര അത് ശൂന്യമാക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 6നെ 3 വെച്ചിരിക്കുമ്പോൾ 2 ലിറ്റർ അത് ശൂന്യമാക്കും. 2 ലിറ്റർ പുറത്തോട്ട് കളയും. ഈ പുറത്തോട്ട് കളയുന്നത് കൊണ്ട് ഞാൻ മൈനസ് അങ്ങ് കൊടുക്കുക. ഓക്കെ, ഞാൻ ലിറ്ററൊക്കെ അങ്ങ് ഒഴിവാക്കുക നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി. നിങ്ങൾ ഇവിടെ ഞാൻ എഴുതുന്നില്ല, ലിറ്റർ ആണെന്ന് ഓർത്തോണം. അപ്പൊ എന്താ 3 ലിറ്റർ 1 മണിക്കൂർ കൊണ്ട് ഇത് നിറയ്ക്കും. ഇത് 1 മണിക്കൂർ കൊണ്ട് 2 ലിറ്റർ പുറത്തോട്ട് പോകുന്നതുകൊണ്ട് ഞാൻ മൈനസ് കൊടുത്ത്. ഇപ്പൊ രണ്ടും കൂടെ ഒരുമിച്ച് പറഞ്ഞാലോ നമുക്ക് നോക്കാം. രണ്ടും കൂടെ ഒരുമിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ 1 മണിക്കൂർ കൊണ്ട് എന്തുമേ നിറയോ നോക്കാം. ഒരാൾ 3 ലിറ്റർ നിറച്ചു, മറ്റൊരാൾ എന്ത് ചെയ്തു 2 ലിറ്റർ അതിനകത്തുനിന്ന് കളഞ്ഞു. മനസ്സിലായല്ലോ. ഒരാൾ 3 ലിറ്റർ അതിനകത്തോട്ട് ഒഴിച്ചു, ഒരാൾ 2 ലിറ്റർ അതിനകത്തുനിന്ന് കളഞ്ഞു. മനസ്സിലായല്ലോ. അപ്പോൾ 1 മണിക്കൂറിൽ എത്ര 1 ലിറ്റർ വെള്ളം മാത്രമേ അതിനകത്തുള്ളൂ. മനസ്സിലായല്ലോ. 1 മണിക്കൂറിൽ 1 ലിറ്റർ വെള്ളം മാത്രമേ ആ ടാങ്കിലുള്ളൂ. 3 ലിറ്റർ ഒരാൾ ഒഴിച്ചു, 2 ലിറ്റർ ഒരാൾ കളഞ്ഞു. 3ന് 2 പോയ ബാക്കി 1. അപ്പോൾ 1 മണിക്കൂറിൽ 1 ലിറ്റർ വെള്ളം മാത്രമേ ആ ടാങ്കിൽ ഉണ്ടാകത്തുള്ളൂ. ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പൊ എന്താണ് 1 മണിക്കൂർ നേരം കൊണ്ട് 2 ടാങ്കും 1 മണിക്കൂർ തുറന്നു ഒരെണ്ണം ചോർച്ചയിലൂടെ പോകുന്നുണ്ടെന്നല്ലേ പറയുന്നത്. അങ്ങനെ പോകുമ്പോൾ 1 മണിക്കൂറിന് ശേഷം 1 ലിറ്റർ അല്ല ടാങ്ക് നിറയ്ക്കത്തുള്ളൂ. ഒറ്റ ലിറ്ററേ ആ ടാങ്കിൽ നിറയാൻ പറ്റത്തുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ 3 വന്നിട്ടുണ്ട്, 2 പോവുകയും ചെയ്തു. ഓക്കെ ആണല്ലോ. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ചോർച്ച അടച്ചു. 1 മണിക്കൂർ കഴിയുമ്പോൾ ചോർച്ച അടച്ചു എന്ന് പറഞ്ഞത് മനസ്സിലായല്ലോ. 1 മണിക്കൂറിന് ശേഷം ചോർച്ച അടച്ചാൽ മൊത്തം 6 ലിറ്റർ വെള്ളം കൊള്ളുന്നതിനകത്തുനിന്ന് 1 ലിറ്റർ കഴിഞ്ഞാൽ ബാലൻസ് ഇനി എത്ര ലിറ്റർ ഉണ്ടാവും? ബാലൻസ് ഉള്ളതെന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ 6ൽ നിന്ന് 1 പോയി കഴിഞ്ഞാൽ ഇനി 5 ലിറ്റർ ഉണ്ടാവും. ഈ 5 ലിറ്റർ ഇനി ആര് നിറയ്ക്കും? ഈ 5 ലിറ്റർ എന്ന് വെച്ചാൽ ഈ 3 എഫിഷ്യൻസിയിലും 1 മണിക്കൂറിൽ 3 ലിറ്റർ നിറച്ചുകൊണ്ടിരിക്കുന്നവൻ ഈ 5 ലിറ്റർ ഇറക്കാൻ എടുക്കുന്ന വെച്ചാൽ 5/3 സമയം എന്ന് വെച്ചാൽ മൊത്തം 5 ലിറ്റർ ഉണ്ട്. 1 മണിക്കൂറിൽ അയാൾ 3 ലിറ്റർ വെച്ച് നിറയ്ക്കും. അപ്പൊ ഈ 5 ലിറ്റർ നിറയ്ക്കാൻ എത്ര വെച്ചാൽ 5/3 എന്ന് പറഞ്ഞാൽ എത്ര നമുക്ക് നോക്കാം. ഈ 5നെ 3 വെച്ചരിക്കാം. 5നെ 3 വെച്ചരിക്കുമ്പോൾ കണ്ട 1 3 നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇതൊക്കെ ഹരിക്കുന്നത്. 1 3 3 ശിഷ്ടം 2. ഇവിടെ പൂർണ്ണമായി ഹരിച്ചു കിട്ടിയത് 1 2/3. 1 2/3 മണിക്കൂർ ആയിരിക്കും എടുക്കുന്നത്. എത്ര 5 ലിറ്റർ നിറയ്ക്കാൻ 1 മണിക്കൂറിൽ 3 ലിറ്റർ വെച്ച് ഒഴിക്കുകയാണെങ്കിൽ അയക്ക് 5 ലിറ്റർ നിറയ്ക്കാൻ എടുക്കുന്ന സമയം 1 2/3 മണിക്കൂർ. 1 2/3 മണിക്കൂർ. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ ഈ 1 2/3 മണിക്കൂർ എന്ന് പറയുന്നത് എത്ര നമുക്ക് നോക്കാം, എത്ര മിനിറ്റ് ആണെന്ന് നോക്കാം. അപ്പൊ 1 മണിക്കൂർ ഇത് 1 എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ പ്ലസ് 2/3 മണിക്കൂർ. മണിക്കൂറിനെ മിനിറ്റിലേക്ക് മാറ്റാൻ ഇൻറ്റു 60 കൊടുക്കുക. ഇൻറ്റു 60 കൊടുക്കുക. 60 കൊടുക്കുമ്പോൾ 1 3 3 20 3 60. അപ്പൊ എന്തുണ്ട് 1 മണിക്കൂറും 40 മിനിറ്റ് വന്നിട്ട് എത്ര ഇട്ടോ 1 മണിക്കൂറും 40 മിനിറ്റും. 1 മണിക്കൂറും 40 മിനിറ്റ് കൊണ്ടാണ് ബാലൻസ് ഉള്ള ഈ 5 ലിറ്റർ നിറയ്ക്കാൻ, ബാക്കിയുള്ള 5 ലിറ്റർ നിറയ്ക്കാൻ 1 മണിക്കൂർ 40 മിനിറ്റ് കൊണ്ടാണ് ആ ടാങ്ക് എടുക്കുന്നത്. മനസ്സിലായല്ലോ. പൈപ്പ് എടുക്കുന്ന ആ പൈപ്പ് തുറന്നാൽ ഈ ബാക്കിയുള്ള 5 ലിറ്റർ നിറയ്ക്കാൻ 1 മണിക്കൂർ 40 മിനിറ്റുമാണ് എടുക്കുന്നത്. ഈ 5 ലിറ്റർ നിറയ്ക്കാൻ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് എത്ര സമയം കൊണ്ടായിരിക്കും ടാങ്ക് നിറയെങ്കിൽ എത്ര സമയം കൊണ്ടായിരിക്കും ടാങ്ക് നിറയുക എന്ന് പറയാം. എത്ര സമയം കൊണ്ട് ടാങ്ക് നിറയുക എന്ന് വെച്ചാൽ ആദ്യത്തെ 1 മണിക്കൂറിൽ
1 ലിറ്റർ അവർ നിറച്ച് 3 പോയി 3 വന്ന് 2 പോയി 1 മണിക്കൂർ ആദ്യം എടുത്തു. പിന്നെ എന്ത് ചെയ്തു? 1 മണിക്കൂർ 40 മിനിറ്റ്. അപ്പൊ 1 മണിക്കൂർ 40 മിനിറ്റും ഓക്കെ ആണല്ലോ, 40 മിനിറ്റും. അപ്പൊ ആൻസർ 1 1 2 2 മണിക്കൂർ 40 മിനിറ്റ്. 2 മണിക്കൂർ 40 മിനിറ്റ് ആണ് ഇതിന്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പൊ എന്താ, ഒരു ടാങ്ക് നിറയ്ക്കുന്നത് എത്ര? 2 മണിക്കൂർ കൊണ്ട് നിറയ്ക്കും, 3 മണിക്കൂർ കൊണ്ട് ശൂന്യമാക്കും. അപ്പൊ മൊത്തം 6 ലിറ്റർ ഉണ്ട്. അതിൽ 2 മണിക്കൂർ കൊണ്ട് നിറയ്ക്കുന്നവൻ 1 മണിക്കൂർ 3 ലിറ്റർ നിറയ്ക്കും. 3 മണിക്കൂർ കൊണ്ട് കാലിയാക്കുന്നോ 1 മണിക്കൂർ 2 ലിറ്റർ കാലിയാക്കും. മനസ്സിലായല്ലോ? രണ്ടുപേരോട് ഒരുമിച്ച് പ്രവർത്തിച്ചാൽ 1 മണിക്കൂർ കൊണ്ട് 1 ലിറ്ററേ അവർക്ക് നിറയ്ക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ ആണല്ലോ? അതിനുശേഷം എന്ത് ചെയ്തു? 1 മണിക്കൂർ 1 ലിറ്റർ അത് നിറച്ചതിന് ശേഷം എന്താണ് ബാലൻസ്? ഇനി എത്ര ഉണ്ട്? 5 ലിറ്റർ ഉണ്ട്. ഈ 5 ലിറ്റർ ആര് നിറയ്ക്കണം? ഇനി ഒരു മണിക്കൂറിന് ശേഷം അത് പിന്നെന്തുവാ, ചോർച്ച അടച്ചു കഴിഞ്ഞാൽ പിന്നെ 1 മണിക്കൂറിൽ 3 ലിറ്റർ വീതം വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്ന ടാങ്ക് ഉണ്ട്, പൈപ്പ് ഉണ്ടല്ലോ, അത് എടുക്കുന്ന സമയം വെച്ചാൽ 5/3 വെച്ചാൽ 1 2/3 വെച്ചാൽ 1 മണിക്കൂർ 40 മിനിറ്റ്. മണിക്കൂറിനെ മിനിറ്റിലേക്ക് മാറ്റാൻ ഇൻറ്റു 60 കൊടുക്കുക. ഇല്ലെങ്കിൽ ഇതാ ഇവിടെ വെച്ച് ഇതാ ഇങ്ങനെയും ചെയ്യണം കേട്ടെ. 5/3 ഇത് മണിക്കൂറിനെ മിനിറ്റിലേക്ക് മാറ്റാൻ ഇൻറ്റു 60 കൊടുക്കുക. 1 3 3 2 3 6 2 5 10 100 മിനിറ്റ് എന്ന് കിട്ടും. എത്ര ഇട്ടുള്ളൂ? 100 മിനിറ്റ്. 100 മിനിറ്റ് എന്ന് വെച്ചാൽ 60 മിനിറ്റ് ആകുമ്പോൾ 1 മണിക്കൂർ. ബാക്കി 40 മിനിറ്റ് കൂടെ അല്ലേ? 1 മണിക്കൂറും 40 മിനിറ്റ്. അങ്ങനെ ചെയ്യാം. 1 മണിക്കൂർ 40 മിനിറ്റും ആദ്യം 1 മണിക്കൂർ അവർ നിറച്ചാൽ അപ്പൊ 1 1 2 2 1 + 1 40 മിനിറ്റും 1 1 2 2 40 മിനിറ്റും ആണല്ലോ ആൻസർ. 2 മണിക്കൂർ 40 മിനിറ്റ്. അങ്ങനെ വേണേലും ചെയ്യാം. 2 മണിക്കൂർ 40 മിനിറ്റ്. ഈ രീതി വേണേലും ചെയ്യാൻ കാര്യമൊന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. ഓക്കെ ആണല്ലോ? ഓക്കെ, നമുക്ക് നേരെ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഓക്കെ, യെസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 5 കൊണ്ട് ഹരിക്കുമ്പോൾ 1 ശിഷ്ടം വരുന്ന പത്താമത്തെ രണ്ടക്ക സംഖ്യ ഏതാണ്? 5 കൊണ്ട് ഹരിക്കുമ്പോൾ 1 ശിഷ്ടം വരുന്ന 10ാമത്തെ രണ്ടക്ക സംഖ്യ. ഓക്കെ, 10ാമത്തെ 2 ഡിജിറ്റ്. അപ്പൊ 2 ഡിജിറ്റ് നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്ന 10ലാണ്. ഫസ്റ്റ് നമ്പർ 10. 10നെ 5 വെച്ചൊന്ന് ഹരിച്ചേ. 5 വെച്ച് ഹരിക്കുമ്പോൾ ഈ 5 10 ശിഷ്ടം 0. അപ്പൊ ശിഷ്ടം 0 അല്ല പറഞ്ഞത്, ശിഷ്ടം 1 വരണം. അപ്പൊ ശിഷ്ടം 1 പറഞ്ഞെങ്കിൽ 10 + 1 11 ആയിരിക്കത്തില്ല. ആദ്യത്തെ നമ്പർ എത്ര? 11 ആയിരിക്കും. 11നെ 5 വെച്ച് ഹരിച്ചേ. ഈ 5 10 ശിഷ്ടം 1. മനസ്സിലായല്ലോ? ശിഷ്ടം. അപ്പൊ 5 വെച്ച് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരുന്ന ആദ്യത്തെ രണ്ടക്ക 2 ഡിജിറ്റ് നമ്പർ എന്ന് വെച്ചാൽ 11 ആണ്. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മുടെ ഫസ്റ്റ് നമ്പർ കിട്ടി. ആദ്യ നമ്പർ എ എന്ന് പറഞ്ഞാൽ 11 കിട്ടി. എ എന്ന് പറഞ്ഞാൽ 11. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇവിടെ പൊതു വ്യത്യാസം എത്ര? 5 വെച്ചല്ലേ ഹരിക്കുന്നത്. അപ്പൊ അവിടുത്തെ പൊതു വ്യത്യാസം കോമൺ ഡിഫറൻസ് 5 ആണ്. 5 വെച്ച് ഹരിക്കുന്നതുകൊണ്ട് കോമൺ ഡിഫറൻസ് 5 എന്ന് എടുത്ത്. ഓക്കെ, എത്രാമത്തെ സംഖ്യ? 10ാമത്തെ സംഖ്യയിൽ കണ്ടുപിടിക്കണ്ടേ? 10ാമത്തെ സംഖ്യ എന്ന് പറയുന്നത് 1ാമത്തെ സംഖ്യയുടെ പൊതു വ്യത്യാസം 9 വട്ടം കൂട്ടിയാൽ പോരായോ? 10ാം സംഖ്യ എന്ന് പറഞ്ഞാൽ പറഞ്ഞു 1ാമത്തെ സംഖ്യയുടെ പൊതു വ്യത്യാസം 9 വട്ടം കൂട്ടുമ്പോഴാണ് 10ാം സംഖ്യ കിട്ടുന്നത്. 1ാമത്തെ സംഖ്യ നമ്മൾ കണ്ടുപിടിച്ചു. 11 + 9 ഇൻറ്റു പൊതു വ്യത്യാസം എത്ര? 5. 11 + 9 5 45. 45ഉം 11 കൂടുമ്പോൾ 56 എന്ന് കിട്ടും. ആൻസർ 56 ആണ്. 10ാമത്തെ സംഖ്യ എന്ന് പറഞ്ഞാൽ 56 ആണ്. അപ്പൊ ആദ്യ സംഖ്യ എത്ര? രണ്ടക്കത്തെടുത്ത് തുടങ്ങുന്ന ആദ്യത്തെ സംഖ്യ 10 ആണെങ്കിലും ശിഷ്ടം 1 വരുന്ന ആദ്യത്തെ രണ്ടക്ക സംഖ്യ എന്ന് പറയുന്നത് 5 വെച്ച് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരുന്ന ആദ്യത്തെ രണ്ടക്ക സംഖ്യ എന്ന് പറയുന്നത് 11 ആണ്. പൊതു വ്യത്യാസം എത്ര? പിന്നെ 5 വീതം കൂടിയാണ് പോകുന്നത്. പൊതു വ്യത്യാസം 5 ആണ്. അപ്പൊ 10ാം സംഖ്യ കണ്ടുപിടിക്കാൻ 1ാമത്തെ സംഖ്യയുടെ പൊതു വ്യത്യാസം 9 വട്ടം കൂട്ടിയാൽ a + 9d. a എന്ന് പറഞ്ഞാൽ 11 + 9 ഇൻറ്റു d. d എന്ന് വെച്ചാൽ 5. 11 + 9 5 45. 45ഉം 11 കൂടുമ്പോൾ 56 എന്ന് കിട്ടും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, നമുക്ക് നേരെ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഒരു അഷ്ടഭുജത്തിന് എത്ര വികരണങ്ങളുണ്ട്? അഷ്ടഭുജത്തിന്റെ വികരണങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുക. വികരണങ്ങളുടെ എണ്ണം. ഓക്കെ ആണല്ലോ? അഷ്ടഭുജത്തിന്റെ വികരണങ്ങളുടെ എണ്ണം. ഓക്കെ, നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അഷ്ടഭുജത്തിന്റെ വികരണങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുക വെച്ച് കഴിഞ്ഞാൽ അഷ്ടഭുജത്തിന് എത്ര വശങ്ങളുണ്ടെന്ന് വെച്ചാൽ 8 വശങ്ങളാണ്. അപ്പൊ ഇവിടെ 8 n എന്ന് പറഞ്ഞാൽ 8 ആണ്. വശങ്ങളുടെ എണ്ണം 8 ആണ്. വികരണങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ ലൊക്കേഷൻ എന്തുവാ? n × n - 3/2 ആണ്. n × n - 3/2 ആണ്. n × n - 3/2 ആണ്. ഓക്കെ ആണല്ലോ? അപ്പൊ n-ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 8 അല്ലേ ഇവിടോ? 8 × 8 - 3/2 ആണ്. ഓക്കെ ആണല്ലോ? 8 × 8 ഇത് 3 വർഷത്തെ 5 5/2. ഓക്കെ ആണല്ലോ? നമുക്ക് 1 2 2 4 2 8 I 4 20. അപ്പൊ ഒരു അഷ്ടഭുജത്തിന് എത്ര വശങ്ങൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 20 വശങ്ങളാണ്. എത്ര കോണുകളാണ് വികരണങ്ങളാണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 20 വികരണങ്ങളാണുള്ളത്. അപ്പൊ ഒരു അഷ്ടഭുജത്തിന് എത്ര വശങ്ങളുണ്ട് എന്ന് വെച്ചാൽ 8 വശങ്ങളും. വികരണങ്ങളുടെ എണ്ണം എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 20ഉമാണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? വികരണങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ ലൊക്കേഷൻ n × n - 3/2 ആണ്. ഓക്കെ, നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് അങ്ങ് പോകണേ. കാര്യം നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഡബ്ല്യുവിന്റെ മകനാണ് എക്സ്, എക്സിന്റെ സഹോദരിയായ വൈയുടെ മകളാണ് ഇസഡ്. എന്നാൽ
ഇസഡ് എങ്ങനെ എക്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ഇസഡ് എങ്ങനെ എക്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ഇതാണല്ലോ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഡബ്ല്യുവിന്റെ മകനാണ് എക്സ്. അപ്പൊ ഡബ്ല്യുവിന്റെ മകൻ, അടുത്ത ജനറേഷൻ കാണിക്കുക, ഡബ്ല്യുവിന്റെ മകനാണ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോ എക്സ് എന്ന് പറയുന്നത് പുരുഷനായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, പുരുഷനായതുകൊണ്ട് നമ്മൾ ഒരു സ്ക്വയർ അങ്ങ് കൊടുക്കുക, പുരുഷനാകുമ്പോൾ നമ്മൾ സ്ക്വയർ കൊടുക്കുക. അടുത്ത ജനറേഷൻ കാണിക്കാൻ ഈ ആരോ ചിഹ്നം കൊടുക്കുക. അപ്പൊ എന്താ, ഡബ്ല്യുവിന്റെ മകനാണ് എക്സ്. എക്സിന്റെ സഹോദരിയായ വൈയുടെ മകളാണ് ഇസഡ്. മനസ്സിലായല്ലോ, എക്സിന്റെ സഹോദരിയായ വൈയുടെ മകളാണ് ഇസഡ്. അപ്പൊ എക്സിന്റെ സഹോദരി, അപ്പൊ ഒരേ ജനറേഷൻ ആണ് അവര്, സഹോദരന്മാരാണ്. എക്സിന്റെ സഹോദരിയായ വൈ, അപ്പൊ വൈ ഒരു സ്ത്രീയാണ്, കാര്യം എക്സിന്റെ സഹോദരിയായ വൈയുടെ മകളാണ്. അടുത്ത ജനറേഷൻ ആകുമ്പോൾ നമ്മൾ താഴോട്ട് കാണിക്കും. വൈയുടെ മകളാണ് ഇസഡ് എന്ന് പറയുന്നത്. ഇസഡ് മകളാണ് വൈയുടെ സഹോദര വൈയുടെ മകളാണ് ഇസഡ്. അപ്പോ ഇസഡും സ്ത്രീയാണ്. അപ്പൊ നമ്മള് സർക്കിൾ കൊടുത്തു. അപ്പൊ പുരുഷനാണെങ്കിൽ സ്ക്വയറും, സ്ത്രീ ആണെങ്കിൽ സർക്കിളും അങ്ങ് കൊടുത്തേക്കുക. ഓക്കെ ആണല്ലോ. എന്നാൽ ഇസഡ് എങ്ങനെ എക്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ഇസഡ് എങ്ങനെ എക്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, മനസ്സിലായല്ലോ. ഇസഡ് എന്ന് പറയുന്നത് എക്സുമായി എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാല്, ഇസഡിന്റെ അമ്മയുടെ ആങ്ങളെയാണ് എക്സ്. ഇസഡിന്റെ അമ്മയുടെ ആങ്ങളെയാണ് എക്സ്. ഇവര് ആങ്ങളെയും പെങ്ങളും. അപ്പൊ എന്താണ്, ഇദ്ദേഹത്തിന്റെ പെങ്ങളുടെ മകളാണ്. പെങ്ങളുടെ മകൾ എന്ന് പറഞ്ഞാൽ നമ്മള് അനന്തരവള്. മനസ്സിലായോ, എന്താണ് അനന്തരവള്, പെങ്ങളുടെ മകൾ. മനസ്സിലായല്ലോ, പെങ്ങളുടെ മകൾ നമ്മൾ അനന്തരവൾ എടുക്കും. ഓക്കെ ആണല്ലോ. ഇസഡിന്റെ അമ്മയാണ് വൈയുടെ സഹോദരനാണ് എക്സ്. അപ്പൊ ഇവർ ആംഗ്ലം പെങ്ങളുമാണ്. അപ്പൊ എക്സിന്റെ പെങ്ങളുടെ മോൾ എന്ന് വെച്ചാൽ അനന്തരവളാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇത്രയേ ഉള്ളൂ, കാര്യമൊന്നുമില്ല. മനസ്സിലായോ? ഓക്കെ, യെസ്. അപ്പൊ വേണ്ടേ, ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ അതുകൊണ്ട് പറയാ വേണ്ട എന്താണ്, നമുക്ക് ഡിഗ്രി പ്രിലിംസിന്റെ കാക്കത്തൊള്ളായിരം എന്ന് പറയുന്നത് നമ്മുടെ കോഴ്സ് ഓൾറെഡി നടക്കുന്നുണ്ട്. അതിനെ 999 രൂപയാണ് അതിന്റെ കോഴ്സ് ഫീസ് എന്ന് പറയുന്നത്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, ഇതിന് എല്ലാത്തിനും വേണ്ടിയുള്ള കോഴ്സാണ് നടക്കുന്നത്. 999 രൂപയ്ക്ക് നമ്മുടെ ഫുള്ള് 1 ഇയർ വാലിഡിറ്റി ഉള്ള ലോങ് ടൈം ബാച്ചാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, 500 മണിക്കൂർ കൂടുതൽ ക്ലാസ് എല്ലാം നടക്കുന്നത്. ഓൾറെഡി 900 പറഞ്ഞു ബാച്ച് ലോഞ്ച് ചെയ്തു. ഓക്കെ ആണല്ലോ. അപ്പം അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ നമ്പർ വിളിച്ചാൽ അത് ജോയിൻ ചെയ്യാം. അടിപൊളി കോഴ്സാണ്. അടിപൊളി കോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി ക്ലാസ് ആണ് അതിനകത്ത് എല്ലാം കൊടുത്തിരിക്കുന്നത്. നല്ല അടിപൊളി അധ്യാപകർ ചേർന്നെടുത്തേക്കുന്ന ഒരു ക്ലാസ് ആണ്. മീൻസ് കേരളത്തിൽ അത്യാവശ്യം അറിയപ്പെടുന്ന ലീഡിങ് ഫാക്കൽറ്റീസ് ആയിട്ടുള്ള കുറേ അധ്യാപകർ ചേർന്നെടുത്തേക്കുന്ന ക്ലാസ് ആണ് 900 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് അത് കോഴ്സ് കയറുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഓക്കെ, അതേപോലെ തന്നെ അടുത്ത വിദ്യാരംഭം 2 ലോങ് ടൈം ബാച്ച് നടക്കുന്നുണ്ട്. ഏതൊക്കെ പരീക്ഷയ്ക്കാണ്? ബാച്ച് 3 ആണ് ഇപ്പോൾ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നത്. LGS-ഉം VFA-യും LDC-യും അതേപോലെ തന്നെ 2027 LDC-ക്കും എല്ലാം കൂടെ ഉള്ള ബാച്ചാണ്. അതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 699 രൂപയാണ്. ഇതും അത്യാവശ്യം നല്ല കോഴ്സാണ് നടക്കുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ അതേ അധ്യാപകരൊക്കെ തന്നെയാണ് ഇതിനകത്തും ക്ലാസ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ക്ലാസ് കണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോട്ട് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കോഴ്സ് എടുത്താൽ മതി. മനസ്സിലായല്ലോ? കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കളോട്ട് അന്വേഷിച്ചതിന് ശേഷം എടുത്താലും മതി. കാര്യം നമ്മൾ അതുപോലൊരു എഫേർട്ട് ഇട്ട് എടുത്തേക്കുന്ന ഒരു ബാച്ചാണ് എന്താ പറയുക വിദ്യാലയം. ഈ എല്ലാ ബാച്ചും അത് തന്നെ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് ജോയിൻ ചെയ്യാം. നമ്മുടെ ബാച്ചിന്റെ നിങ്ങൾക്ക് ബന്ധപ്പെടാനുള്ള നമ്പറാണ്. നിങ്ങൾക്ക് ഇതോട്ട് വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് എല്ലാം അറിയാൻ പറ്റും. ഓക്കെ, നമ്മൾ ഇനി സമയം കളയുന്നില്ല. ഓക്കെ, നമ്മുടെ ഇതവിടെ LPUP-യുടെ ബാച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. LPUP-യുടെ ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതുവരെ ജോയിൻ ചെയ്യാത്തായിട്ട് താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. നിങ്ങളുടെ ബെസ്റ്റ് ഒരു ഓഫറാണ് ഇത്. നിങ്ങൾ മിസ് ചെയ്യരുത്. കാര്യം തുടക്കം തൊട്ട് പഠിച്ചു തുടങ്ങാം. ഒരാഴ്ച ആയതുള്ളൂ നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട്. തുടക്കം തൊട്ട് പഠിച്ചു തുടങ്ങാൻ വേണ്ടി നമുക്ക് നല്ല ഇപ്പോഴേ തുടങ്ങിയാൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന LPUP നമുക്കത് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രഹ്മാസ്ത്രയുടെ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ബ്രഹ്മാസ്ത്രയുടെ ക്രാഷ് കോഴ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഡിഗ്രി പ്രിലിമിനറിക്ക് വേണ്ടി. ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ 10 നോട്ടിഫിക്കേഷൻസിന് വേണ്ടിയുള്ള പ്രിലിമിനറിയുടെ എക്സാമാണ്. 40 ദിവസത്തെ ക്ലാസ് ആണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് 500 മണിക്കൂർ ക്ലാസ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും എല്ലാം അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.